അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാടുന്ന മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. അതിനുവേണ്ടിയാണ് ഓരോ ദിവസവും നമ്മൾ വചനം കേൾക്കുന്നത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വചനം അറിവിൻ്റെ വരത്തെക്കുറിച്ചാണ്. നമുക്ക് ഈശോ പറഞ്ഞില്ലേ, അറിവിൻ്റെ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും. യോഹന്നാൻ 16:14 വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അതായത് നമ്മുടെ ജീവിതത്തിനൊരു ആവശ്യമാണത്. നമുക്ക് എന്താ സംഭവിക്കാൻ പോണത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആത്മാവിൽ നയിക്കുന്നവർ നിരന്തരം കർത്താവ് പ്രേരണ അറിവ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അറിയണമെങ്കിലേ പരിശുദ്ധാത്മാവിനെ ഈ ദിവസങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ പരിശുദ്ധത്തെക്കുറിച്ചല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിറയുന്നതോടുകൂടി അറിവിൻ്റെ വരം നമുക്ക് ലഭിക്കും. അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അപ്പം നമുക്ക് സൂചനകൾ നൽകും. ഇപ്പം ഞാൻ അച്ഛനായപ്പോൾ തന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് മാറിയല്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ ഇടവക വികാരിയാണെങ്കിലും ഒരു മിഷണറി ആകാനാണ് കർത്താവിനെ വിളിച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അതായത് വരാനിരിക്കുന്ന കാര്യങ്ങൾ. അന്ന് ഭയങ്കര പുരുകയാണ്. ഞാൻ ആരും ഇത് ഉടുപ്പിടത്തില്ല. ഞാനിട്ടിട്ട് ഇന്ന് വരെ മാറ്റിയിട്ടുമില്ല. കാരണം ഇന്ന് ഞാൻ മിഷണറിയായിട്ട് തന്നെ ഇടവകയെ ജോലിയും ശുശ്രൂഷയും മിഷണറി ഒരുമിച്ച് പോകാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് പക്ഷേ കർത്താവ് എന്നെ കാണിച്ചു തന്നു. ഇനിയുള്ള അപ്പോൾ ആദ്യകാലങ്ങളിൽ ഭയങ്കര കളിയാക്കും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ ആരും എന്നെ മൈൻഡ് ചെയ്യാതെ അത് എത്ര അയാളോട് പറഞ്ഞൊരു കാര്യമില്ല എന്നുള്ള രീതി പക്ഷേ എൻ്റെ ബോധ്യമായിരുന്നു ഇത്. കർത്താവിനെ അറിയാത്ത അറിയിക്കുകയാണ്, അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയാണ് എൻ്റെ സുവിശേഷ വേലയുടെ പ്രേക്ഷിത വേല കൂടി ഇതിൻ്റെ ഭാഗമാണെന്നുള്ളത് കർത്താവ് പറഞ്ഞത്. അതാണ് അറിവിൻ്റെ വരവെന്ന് പറയുന്നത്. 1 Corinthians 2:14 ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ വിവേചിച്ചറിയുന്നു കാര്യങ്ങളുടെ നന്മ തിന്മകള്. എന്തിനു വേണ്ടിയാണ്, ഇപ്പം നമ്മൾ പറയത്തില്ലേ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഓരോ വിഷയം എന്തിനു വേണ്ടിയാണ് എന്താണെന്നുള്ള ഒരറിവുണ്ട്, എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ജ്ഞാനമുണ്ട്. അപ്പോൾ നമുക്ക് ജ്ഞാനത്തെക്കുറിച്ച് നാളെ സംസാരിക്കാം. അപ്പോൾ അറിവ് എപ്പോഴും നമുക്ക് വേണം. കാര്യം ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്കൊരു കല്യാണം തന്നെയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പറമ്പ് മേടിക്കാൻ പോവുകയാണ്, ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് അറിവ് തരും അതിൻ്റെ ആവശ്യമില്ലെന്ന്. അല്ലെങ്കിൽ നമുക്ക് അറിവില്ലെങ്കിലും നമ്മൾ അവിടെ നിന്ന് മാറ്റും, ആ പ്രോജക്റ്റിൽ നിന്ന് മാറ്റും. കാര്യം വലിയ വിപത്താണ് വരാൻ പോകണമെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ഈ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവമായിട്ട് കണക്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പാടായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും കൊടാനിക്കോടി നന്ദി. എൻ്റെ പേര് പ്രിൻസി, ഞാൻ പറവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ കുടുംബത്തിനെയും പ്രത്യക്ഷനും സാക്ഷിയാക്കിയതിന് അമ്മേനെ കൊടാനിക്കോടി നന്ദി പറയുന്നു. ഞാൻ അയർലൻഡിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ 2021 ഞങ്ങളുടെ വിവാഹം കഴിയുന്നത്. ഞങ്ങൾക്ക് 2022 അയർലൻഡിൽ പോകാനിടയാകുകയും 2022 ഡിസംബറിൽ എനിക്കൊരു സ്കാൻ ചെയ്യാൻ ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയും സ്കാൻ ചെയ്തപ്പോൾ അതിൽ 3 ലെയർ യൂട്രസിൽ കാണിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റുകയില്ലെന്നും അയാൾ തന്നെ അത് അബോട്ടായി പോവുകയും ചെയ്യുമെന്നും ഡോക്ടർ പറയുകയുണ്ടായി. അപ്പോൾ അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഹയോകോസി സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാൻ കൂടി ചെയ്യണമായിരുന്നു. അത് എല്ലാ പീരിയഡ്സ് ആകുന്ന 10 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ആ സ്കാൻ ചെയ്യേണ്ടത്.
അപ്പം എനിക്ക് PCOD തൈറോയിഡ് ഉള്ളത് കൊണ്ട് എല്ലാ മാസവും എനിക്ക് പീരിയഡ്സ് ആവില്ല. അപ്പം എല്ലാ ഓൾട്ടർനേറ്റ് മന്ത്സിലുമായിരുന്നു എനിക്ക് പീരിയഡ്സ് ആയിക്കൊണ്ടിരുന്നത്. ഞാൻ സ്കാനിന് വിളിക്കുമ്പോഴെല്ലാം അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 2023 അച്ഛൻ അയർലൻഡ് ധ്യാനത്തിന് വരാനിടയാകുകയും അച്ഛനെ എയർപോർട്ടിൽ വെച്ച് കാണാനിടയാകുകയും അച്ഛൻ എന്നോട് മക്കളുണ്ടോ എന്ന് ചോദിക്കുകയും അങ്ങനെ അവിടെ വെച്ച് തന്നെ അച്ഛൻ ഞങ്ങളുടെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന് കഴിഞ്ഞ് ഒരു 2023 സെപ്റ്റംബർ മുതൽ എല്ലാ മാസവും എനിക്ക് പീരിയഡ്സ് ആവുകയും 2023 ഡിസംബറിൽ എനിക്ക് സ്കാനിന് അപ്പോയിൻമെൻറ്റ് കിട്ടി. സ്കാൻ ചെയ്തപ്പോൾ അതിൽ 3 ലെയർ ഉള്ളതെന്ന് പറഞ്ഞതിൽ ഒരു ലെയർ പോലും ഇല്ല, എല്ലാ സ്കാൻ നോർമലാണെന്ന് അവർ പറയാനിടയാകുകയും ചെയ്തു. പ്രഗ്നൻസിക്ക് ഒരു തടസ്സവും ഉണ്ടാകുകയില്ല, എല്ലാം നോർമലായി തന്നെ നടന്നോളും എന്ന് പറഞ്ഞു. 2025 മാർച്ച് 25 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായി. ഉടമ്പടി എടുത്ത് മാർച്ച് 26 ഞാൻ അയർലൻഡിന് തിരിച്ചു പോയി. ഏപ്രിൽ 7 എനിക്ക് മാതാവ് പ്രഗ്നൻ്റാന്നുള്ള സന്തോഷ വാർത്ത തന്നെ ഞാൻ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി എടുത്ത് അന്ന് രാത്രി മുതൽ ഞാൻ എന്നും മാതാവിൻ്റെ തൈലം എൻ്റെ വയറ്റിൽ പുരട്ടുകയും തേൻ എൻ്റെ നാവിലെടുക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്ത് എല്ലാ ദിവസവും ഓൺലൈൻ കുർബാനകളും അച്ഛൻ്റെ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് കേൾക്കുകയും ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് കുമ്പസരിക്കുകയും എല്ലാത്തിനുമായി ഞാൻ സമയം കണ്ടെത്തുകയും ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിന് 18 ആഴ്ചയായിരിക്കെ കുഞ്ഞിൻ്റെ സ്കാനിൽ കുഞ്ഞിന് കാർഡിയാക് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. കാർഡിയാക് ഇഷ്യൂവിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് സർജറി വേണം, 1 അല്ല 3 പ്രാവശ്യമായിട്ട് കുഞ്ഞിന് സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. കാരണം അത് പല ഡയഗ്നോസിസ് ആയിരുന്നു. ഹാർട്ടിൽ തന്നെ 3 പ്രാവശ്യം സർജറി ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. അത് 37. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും എൻ്റെ വിശ്വാസം ഞാൻ കൈവിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും എൻ്റെ വയറ്റിൽ തൈലത്ത് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 37ാമത്തെ ആഴ്ചയിൽ അവരൊരു ഹൈടെക് മെഷീൻ കൊണ്ടുവന്ന് സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കൊരു കൺഫർമേഷന് കുഞ്ഞിൻ്റെ ഡെലിവറി ആയി കഴിയുമ്പോൾ ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 3 നോർമൽ ഡെലിവറിയോടെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ മാതാവ് എന്നെ അനുഗ്രഹിച്ച് എനിക്കൊരു പെൺകുഞ്ഞിനെ തന്നു. അത് 2025 ഡിസംബർ 11 ഞങ്ങളൊരു സ്കാൻ ചെയ്യുകയും കുഞ്ഞിൻ്റെ എക്കോ ചെയ്യുകയും ചെയ്തു. അതിൽ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, കുഞ്ഞ് പൂർണ്ണ ആരോഗ്യതയായിരിക്കുന്നു. കുഞ്ഞിനിപ്പോൾ 3 മാസമായി. ഇതുവരെ ഒരു പ്രാവശ്യം പോലും കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് ആശുപത്രി പോയിട്ട് ഒരു പ്രാവശ്യവും വന്നിട്ടില്ല. എൻ്റെ അനുഗ്രഹം തന്നു എൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി നന്ദികൾ. എന്നും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം തേച്ച് എൻ്റെ വയറ്റിൽ തൊട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. തൈലം എൻ്റെ നാവിലെടുക്കുമായിരുന്നു. പത്രം എടുക്കും വിതരണം ചെയ്യുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെല്ലാം പണം നൽകുകയും എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ അവിടെയും ചെയ്യുമായിരുന്നു. ഞാൻ കുർബാന കൂടുകയും എല്ലാ ദിവസവും അവിടെ എനിക്ക് കൂടാൻ പറ്റില്ല, പള്ളിയിൽ പോയി കൂടാൻ പറ്റില്ല എന്നപ്പോൾ ഞാൻ ഫോണിൽ കൂടുമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കൂടുമായിരുന്നു. കുർബാന സ്വീകരിക്കുകയും പിന്നെ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാം തന്ന മാതാവിനും ദേവകുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഇനിയും മുന്നോട്ട് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഞാൻ അപേക്ഷിക്കുന്നു. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്തരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വശിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44:3 ദൈവം നമ്മെ ശൂന്യതയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ്. വരണ്ട ഭൂമിയിൽ നിന്ന് ജലവും ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപയും ഉണങ്ങിയ വരണ്ട സ്ഥലങ്ങളിൽ അരുവികളും തുറന്നു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രത്യാശ നഷ്ടപ്പെട്ട ഹൃദയത്തിൽ പ്രത്യാശ നൽകുന്നതും സംരക്ഷിക്കുന്നതും ഒരു ദൈവമാണ് നമ്മുടെ അമ്മ. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് നമ്മുടെ അമ്മ നമ്മെ കൊണ്ടുപോകുന്നത്. ഉടമ്പടിയിൽ ദൈവം തൻ്റെ കൃപയുടെ ജലമാണ് നമ്മിലേക്ക് ഒഴുക്കുന്നത്. വരണ്ട ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറയുന്നു,
പ്രശ്നങ്ങളിൽ ആത്മീയ ഉണർവാണ് നമുക്ക് നൽകുന്നത്. എത്ര ബുദ്ധിമുട്ടിയ പ്രതിസന്ധികളാണേലും നമുക്കൊരു ധൈര്യമാണ് നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ. കൃപാസനം അമ്മ കൃപയുടെ വഴിയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2:5 പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ്. ഉടമ്പടിയിൽ നാം അവൻ പറയുന്നത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങളാണ് നാം ഓരോരുത്തരും അനുഭവിക്കാൻ സാധിക്കുന്നത്. ഉടമ്പടി വിശ്വസ്തതയുടെ നയിക്കുമ്പോൾ ദൈവം നമ്മെ പുതുക്കുകയും ആത്മാവിൽ നിറയ്ക്കുകയും പുതിയ വഴികൾ, പുത്തൻ വഴികൾ തുറന്നു തരികയുമാണ് ചെയ്യുന്നത്. പ്രിൻസി സാജൻ എന്ന മകളുടെ ജീവിതത്തിൽ വരണ്ട മരുഭൂമിയിൽ ഒരു ജീവിതമായിരുന്നു. കാരണം യൂട്രസിൽ ലേയേഴ്സ് ഉണ്ട്. പ്രഗ്നൻ്റ് ആവാൻ സാധിക്കുമോ എന്നൊരു സംശയം. അയാൾ തന്നെ അബോർഷൻ ആവാനുള്ള കാരണവുമുണ്ട്. PCODയും തൈറോയിഡുമുണ്ട്. ഈ വരണ്ട ദിവസങ്ങളിൽ കൂടെ നടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവത്തിൽ മുറുക്കെ പിടിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ഈശോയുടെ മമ്മയുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും അപ്രത്യക്ഷമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ അയർലൻഡ് എയർപോർട്ടിൽ വെച്ച് കാണുകയും അച്ഛൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ് മക്കളെ പറ്റി. അപ്പോൾ തന്നെ പറയുകയും ചെയ്തു. ആ നിമിഷം തന്നെ ജോസഫ് അച്ഛൻ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ മകൾക്ക് വേണ്ടിയിട്ട്. അന്നു മുതൽ അത്രയും നാൾ പീരിയഡ്സ് റെഗുലർ അല്ലായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കാരണം പിന്നീട് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ഒരു വലിയൊരു അനുഗ്രഹമാണ് ഈ മകൾക്ക് ലഭിച്ചത്. ഇതാണ് നമ്മൾ പറയുന്നത്, വരണ്ട ഭൂമിയിൽ ജനവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഒഴുക്കുന്ന ദൈവം എവിടെയാണെന്നില്ല. പക്ഷെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ ഏത് നേരവും ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ മകളുടെ ജീവിതത്തിൽ അച്ഛൻ കൈവപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അന്ന് മുതൽ പീരിയഡ്സ് റെഗുലറായി. പിന്നീട് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ 3 ലേയേഴ്സ് ഉണ്ടായിരുന്നു പറഞ്ഞെടുത്ത് എല്ലാം നോർമലായി. ഈ മകൾ പ്രഗ്നൻ്റ് ആവുകയാണ്, കൺസീവായി. അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയായിട്ടാണ്, പരിശുദ്ധ അമ്മയുടെ ഒരു സാക്ഷിയായിട്ടാണ് ഇന്നിത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ്. കാരണം ജോസഫ് അച്ഛൻ നമുക്കറിയാം ഒരു വലിയ ഒരു ആത്മീയതയുടെ ഒരു ആസ്തിയാണ് നമ്മുടെ ജോസഫ് അച്ഛനുള്ളത്. ആ ആസ്തിയിൽ ഒരുപക്ഷെ പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. 40 വർഷത്തെ പൗരോഹിത്യ ജീവിതം എന്ന് പലപ്പോഴും അച്ഛൻ പറയാറുണ്ട്. പക്ഷെങ്കിൽ അതിലുമേറെ 40-50 വർഷത്തെ ഒരു ആത്മീയ ജീവിതമാണ് അച്ഛനുള്ളത്. ചെറുപ്പകാലം മുതലേ ഈശോയുടെ അമ്മയോടും ചേർന്നുള്ള ഒരു ജീവിതം, വിശ്വാസ പ്രമാണം ചൊല്ലിയുള്ള ഓരോ യാത്രകളും, ഓരോ കാര്യത്തിന് പോകുമ്പോൾ കൊച്ചു പ്രായത്തിൽ തന്നെ അമ്മ കടയിൽ വിടുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മകൻ പോകാറുണ്ടായത്. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥനയിലായിരുന്ന അച്ഛനൊരിക്കലും പറയാറുണ്ടായിരുന്നു, സ്വന്തം അച്ഛൻ മാതാവിനോട് കൂടുതൽ നല്ല ഒരു ആത്മീയ ബന്ധമാണ് ജോസഫ് അച്ഛൻ്റെ അച്ഛനുണ്ടായിരുന്നത്. അച്ഛൻ്റെ അച്ഛൻ ഒരിക്കൽ ഒരു ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പലഹാരങ്ങളോ മിഠായിയോ ഒന്നുമല്ല കൊണ്ടുവന്നത്. പരിശുദ്ധ അമ്മയുടെ ഒരു സ്റ്റാച്യു ആയിട്ടാണ് ജോസഫ് അച്ഛൻ്റെ അച്ഛൻ വീട്ടിൽ വന്നത്. ആ സ്റ്റാച്യു വെച്ചാണ് എന്നും വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. എല്ലാ മാസവും ആ സ്റ്റാച്യു ക്ലീൻ ചെയ്തപ്പോൾ വീട്ടിലുണ്ടായിരുന്ന നാളികേരത്തിൽ കരിക്കിന് വെള്ളം ഉപയോഗിച്ചാണ് ആ സ്റ്റാച്യു ക്ലീൻ ചെയ്ത സ്റ്റാച്യുവിൻ്റെ ആ വെള്ളം പോലും അച്ഛനെ കുടിക്കാൻ കൊടുക്കുമായിരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഉപയോഗിച്ചിരുന്നു. അപ്പോഴുണ്ടായ ആ ചെറുപ്പകാലത്തുള്ള ആത്മീയതയിലുള്ള ആ വളർച്ച സ്വന്തം അച്ഛനിൽ നിന്ന് തന്നെ ഈ മകന് കിട്ടിയിരുന്നു. ആ ആത്മീയ വളർച്ചയാണ് ചെറുപ്പകാലം തൊട്ട് വിശ്വാസ പ്രമാണവും മാതാവിനോടുള്ള ചേർന്ന് നിന്നുള്ള ആ പ്രാർത്ഥന, ആ വിശ്വാസം. നമ്മൾ വിചാരിക്കും ഹൈജീനിക് അല്ല എന്ന്, പക്ഷെങ്കിൽ ആ വിശ്വാസത്തോടെയുള്ള ആ ചെളിവെള്ളം കുടിച്ചതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അച്ഛനെ ഈ ആത്മീയതയിൽ ഇത്രയും വളരാൻ ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമാണ്.
അങ്ങനെ ആ ആത്മീയതയിൽ അത്രയും ആസ്തിയുള്ള ഒരു ആത്മീയതയിൽ ആസ്തിയുള്ള ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച് അത് എയർപോർട്ടിൽ വെച്ച് ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അതിൻ്റെ ഫലമായിട്ട് സാധിക്കില്ല അസാധ്യമാണെന്ന കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരമ്മയുടെ സാന്നിധ്യമാണ് ഈ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ പീരിയഡ്സ് റെഗുലറായി, ലേഴ്സ് ഡിസപ്പിയറായി, മകൾ പ്രഗ്നൻ്റായി. പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം ആഫ്റ്റർ ദ ബർത്ത് കാർഡിയക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും 3 പ്രാവശ്യം സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിലെല്ലാം സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കൂടെ. നമ്മുടെ അമ്മയുണ്ട്, കൃപാസനം അമ്മ. അതൊന്നും കൂടാതെ, സർജറി ഒന്നും കൂടാതെ ഇന്ന് ഈ കുഞ്ഞുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട്, കാരണം ഡെലിവറി കഴിഞ്ഞ് അന്നേരം സർജറി ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. അതൊന്നും കൂടാതെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് കുഞ്ഞു പാവയുമായിട്ട് 3-ാം മാസം അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന നന്ദി പറയുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി വിശ്വസ്തതയെ നയിക്കുമ്പോൾ കൃപാസനം ഉടമ്പടി വഴി അമ്മയുടെ ഇടപെടലാണ്, ദൈവത്തിൻ്റെ ആത്മാവും അനുഗ്രഹവുമാണ് നമ്മിലേക്ക് ഒഴുകുന്നത്. നമ്മുടെ ജീവിതത്തിലെ വരണ്ട ഭൂമിയിൽ ജലം നൽകുന്ന, ഉണങ്ങിയ നിലത്ത് അരികൊള്ളൊഴുക്കുന്ന ആ ദൈവത്തിൻ്റെ അരികിലേക്കാണ് നാം മതിരിക്കുന്നത്. നമ്മുടെ സന്തതികളുടെ മേലും അവരുടെ ആത്മാവിൻ്റെ മേലും മക്കളുടെ മേലും അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസനം അമ്മ കൃപയുടെ വഴിയിലേക്ക് നയിക്കുന്ന ഒരമ്മയാണ്. ആ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാൻ നമ്മളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിൻസി സാജന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന്, അതായത് കുഞ്ഞുവാവയെ ലഭിച്ചതിനും സർജറി കൂടാതെ എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുത്തിയ ആ ദൈവത്തിന് നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. യേശുവേ, തിരുക്കുമാരനും അമ്മ മാതാവിനും എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം ഉയർത്തിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഞാൻ അമിത, കൊല്ലം കാവനാട് അരാള ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് എൻ്റെ അയൽവാസികളുടെ കയ്യിൽ നിന്ന് എന്നെ പത്രം വഴിയാണ്. അതുവഴി അറിഞ്ഞു ഞാനിവിടെ വന്നു. ഞാനൊരു കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പുറത്ത് പോകാനായിട്ട് ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. 2 വർഷമായിട്ട് ഒന്നും ആവുന്നില്ല. 1-1.5 വർഷമായിട്ട് എനിക്കൊന്നും ആവുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഈ പത്രം വഴി അറിഞ്ഞു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ആദ്യം കൊടുത്തിരുന്ന പേപ്പർ പെട്ടെന്ന് ആ വർക്ക് സ്റ്റോപ്പായി. യുദ്ധം കാരണം, ആ കൺട്രിയിലെ യുദ്ധം കാരണം, ഇസ്രായേലിലേക്കാണ് പോകാൻ കൊടുത്തിരുന്നത്. ആ കൺട്രിയിലെ യുദ്ധം കാരണം ആദ്യത്തെ ആ ഒരു വർക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. അവർ പിന്നെ വർക്ക് അത് എടുക്കുന്നില്ലായിരുന്നു. പിന്നെ ഒരു വഴിയില്ലാണ്ടിരുന്ന സമയത്താണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ മാതാവായിട്ട് മറ്റൊരു ഏജൻസി എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എൻ്റെ ഒരു പുതിയൊരാളെ എൻ്റെ ഒരു കൂട്ടുകാരിയാക്കി. എല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തെ ഞാൻ പറയൂ. ഒരാളെ പരിചയപ്പെടാനും അതുവഴി ഒരു പുതിയ ഏജൻസിയും പുതിയ വേക്കൻസിയും പറ്റി പരിചയപ്പെട്ടു. ഞാൻ ആ ഉടമ്പടി പുതുക്കലിൽ തന്നെ ആ ഒരു വേക്കൻസിക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്ത് സമയ ചുരുക്കം എന്നേ പറയത്തുള്ളൂ. 1.5 വർഷമായിട്ട് നടക്കാതിരുന്ന എൻ്റെ ആ ഒരു കാര്യം 1 മാസത്തിനുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണത്. 1 മാസത്തിനുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. പിറ്റേ മാസം തന്നെ എൻ്റെ വിസ എനിക്ക് വന്നു. എൻ്റെ വിസ കയ്യിൽ കിട്ടി. അവരവിടുന്ന് മുംബൈയിൽ നിന്ന് വിളിച്ചു. ഞാൻ ഈ ഓഫീസിലെല്ലാം പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോഴെല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കൂടെ കൊണ്ടുപോകും. ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ വിതറി ഞാൻ ആ ഓഫീസിൽ ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഉടമ്പടി ഉപ്പ് വിതറി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ എൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്തത്. അതിൻ്റെ ഫലമായി തന്നെ 2 മാസം കൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ അമ്മ മാതാവ് എനിക്ക് നടത്തി. ഞാൻ മുംബൈയിലോട്ട് പോയി. എൻ്റെ വിസ വന്നു. മുംബൈയിലോട്ട് വിളിച്ചു. ഞങ്ങൾ 8 പേരടങ്ങുന്ന ഒരു ബാച്ചിനാണ്, ഒരു കമ്പനിയിൽ നിന്നാണ് ഞങ്ങൾക്ക് വിസ കിട്ടിയത്. ഞങ്ങൾ 8 പേര് ഒരുമിച്ചാണ് പോയത്. ഓഫർ ലെറ്റർ കിട്ടിയ സമയത്ത് ഞാനിവിടെ വന്ന അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓഫർ ലെറ്റർ കിട്ടിയ പാടെ ഞാൻ പറഞ്ഞിരുന്നു അമ്മയോട്, എനിക്കിതിൻ്റെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരുവാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വരും. ഞാൻ ഓഫർ ലെറ്റർ കിട്ടി. ആ ഓഫർ ലെറ്ററുമായിട്ട് ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് മുംബൈയിലോട്ടൊക്കെ പോയത്. മുംബൈയിൽ പോയി ഞങ്ങൾ 8 പേര് ഒരുമിച്ച് പോയി. 7 പേർക്ക് ആ സമയത്ത് മെഡിക്കലുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് എംബസിയിൽ പേപ്പർ സബ്മിഷൻ, അത് കഴിഞ്ഞ് മെഡിക്കൽ. അപ്പം പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് അവർ മെഡിക്കലിന് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വിളി വന്നു.
അതിൽ 7 പേര്, ഞങ്ങൾ 8 പേരും പോയി. 7 പേരും മെഡിക്കലിനുള്ള സ്ലിപ്പും ക്യാഷും മേടിച്ച സമയത്ത് ഞാൻ എൻ്റെ പാസ്പോർട്ടും പേപ്പറുമാണ് തിരിച്ചു വാങ്ങിച്ചത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്ത് പറ്റിയതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞത് എൻ്റെ പാസ്പോർട്ട് ഡാമേജാണ്, എന്തോ അതിൽ പേജിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, അവിടുന്ന് എംബസിയിൽ നിന്ന് അവർ തിരിച്ചു വിട്ടെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ എന്താ ഇനി മുമ്പോട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലായിപ്പോയി. ഞാൻ 1-2 ലക്ഷമല്ല എടുത്ത് കൊടുത്തേക്കുന്നത്, കയ്യിലൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം പുറത്തുനിന്ന് കടമെടുത്തതാണ്. സത്യം എല്ലാ അമ്മ മാതാവും ഈശോനെയും കൂട്ടി വിളിച്ചിട്ട് തന്നെയാണ് എവിടെയായാലും എന്ത് സഹായത്തിനായാലും എല്ലാവരോടും പൈസയ്ക്കായാലും പോയത്. ചോദിച്ചവരെല്ലാം തന്ന് സഹായിച്ചു. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ്. പുള്ളിക്കാരൻ്റെ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ഒരു ദിവസം പോയാൽ കിട്ടിയേ കിട്ടി എന്നുള്ള രീതിയിലാണ്. അപ്പം ഇത്രയും ലക്ഷത്തിന് പലിശ കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെക്കൊണ്ട് താങ്ങാൻ കഴിയില്ല. അവർ പറഞ്ഞത് എൻ്റെ പാസ്പോർട്ടെല്ലാം ഇങ്ങനെ തിരിച്ചു വന്നു, എൻ്റെ പേപ്പറൊക്കെ തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞു വിഷമിക്കണ്ട, നമുക്ക് പുതിയ പാസ്പോർട്ട് എടുത്താൽ മതി, വിസ റിജക്റ്റ് ആയിട്ടില്ല, പുതിയ പാസ്പോർട്ട് എടുത്ത് PCC എടുത്താൽ മതി, നമുക്ക് പുതിയ പാസ്പോർട്ട് നമ്പറിലോട്ട് വിസ കൺഫേമായി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഒരു 10-15 ദിവസത്തെ ഡിലേ വരത്തോളം എന്നാണ് പറഞ്ഞിരുന്നത്. ആ സമയത്തൊന്നും ഇസ്രായേലിൽ വേറെ വഴി കുഴപ്പമൊന്നുമില്ല. പക്ഷേ അന്ന് ആ സമയത്ത് ഞാൻ വിഷമിച്ചിരുന്നെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി അത് എന്നെ എൻ്റെ കുടുംബത്തെയും പറ്റി അറിയാവുന്ന അമ്മ മാതാവ് ഈശോയും എന്നെ അനുഗ്രഹിച്ചതാണെന്ന് ഞാൻ പറയൂ. കാരണം എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന ആ 7 പേരും അവിടെ ചെന്നതിന് ശേഷം അവിടെ മൊത്തം യുദ്ധവും പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആർക്കും ജോലിക്ക് പോകാൻ പറ്റാതെ എല്ലാവരും ബങ്കറിനകത്തും പേടിച്ചരണ്ട അവസ്ഥ ജീവിതമായിരുന്നു അവരുടേത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ സമയത്ത് വീട്ടിലിരുന്ന് ദൈവത്തിന് നന്ദി പറയുക തന്നെയാണ് ചെയ്തത്. ഞാനെടുത്ത ഉടമ്പടിയിലുള്ള എൻ്റെ ഒരു അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് ഞാൻ പറയൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഇവർ 10-15 ദിവസത്തെ ഡിലേ ആവുമെന്ന് പറഞ്ഞു. ഒരു 3 അത്രയും കാത്തു. നമ്മൾ പെട്ടെന്ന് വന്നു. പാസ്പോർട്ടും എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സമയ ചുരുക്കത്തിൽ തന്നെ വെറും 5 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് എൻ്റെ പുതിയ പാസ്പോർട്ട് എനിക്ക് കിട്ടി. പുതിയ പാസ്പോർട്ട് കിട്ടി. വെറും 3 ദിവസം കൊണ്ട് എൻ്റെ PCC എനിക്ക് തന്നു. ഇതെല്ലാം ഞാൻ അപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുത്തു ഇവർക്ക്, എംബസി ഏജൻസിയിലോട്ട് കൊടുത്തു. അവർ പറഞ്ഞ് വിഷമിക്കേണ്ട, പെട്ടെന്ന് വരും. പക്ഷേ അവർ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞാൽ 3 മാസമായിട്ടും ഇതിൻ്റെ ഒരു അനക്കമില്ല. പിന്നെ അവിടെ പിന്നെയും പെട്ടെന്ന് യുദ്ധം തുടങ്ങിയതുകൊണ്ട് എംബസികളൊക്കെ അടച്ചിട്ട് ഒന്നും വർക്കിംഗ് അല്ല, ഒന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് എല്ലാവർക്കും സമയം എടുക്കുമെന്ന് പറഞ്ഞ് 3 മാസം പിന്നെയും നീണ്ടുപോയി. അതിൻ്റെ ഇടയ്ക്കും പോകുന്നവരുണ്ടായിരുന്നു, പേപ്പർ വർക്ക് നടന്നിട്ട് പോയ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥനയിൽ അങ്ങ് ശക്തിപ്പെടുകയായിരുന്നു. ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവിനോട് പറഞ്ഞു, എന്താണ് അമ്മ മാതാവ് എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഈശോയുടെ ഹിതം എന്താണോ അതെന്നിൽ നിറവേറട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം കുറച്ച് ഡൗണായി. എൻ്റെ ഈ പേപ്പറൊക്കെ തിരിച്ചു വന്നപ്പോൾ ഞാൻ കുറേ ഡൗണായി, ഒരുപാട് വിഷമിച്ചു. ഞാൻ പരാതിപ്പെട്ടു. ഞാൻ ഈശോയോടും മാതാവിനോടൊക്കെ ഞാൻ പരാതിപ്പെട്ടു, എന്നോടെന്താ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പരാതിപ്പെട്ടു. 3 മാസമായിട്ടും ഇല്ലാതിരുന്നു. ഞാൻ അപ്പോൾ എൻ്റെ 2ാമത്തെ ഉടമ്പടിയുടെ കാലയളവ് കഴിഞ്ഞു. ഞാൻ പിന്നെയും പുതുക്കാൻ വന്നില്ല. ഞാനൊന്ന് പ്രാർത്ഥനയിലായിരുന്നെങ്കിലും ഞാൻ ഉടമ്പടി പുതുക്കാൻ എനിക്ക് വരണമെങ്കിൽ അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞു. അമ്മയെ 3ാമത്തെ ഉടമ്പടിയായി എനിക്കൊരു സാക്ഷി എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ എനിക്ക് 3ാമത്തെ ഉടമ്പടിയായിട്ട് ഒരു സാക്ഷ്യത്തിനുള്ള ഒന്നും തന്നില്ല. എൻ്റെ 6 നിയോഗത്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഞാൻ കൊടുത്തിരുന്ന നിയോഗം തന്നെയാണിത്. എനിക്കൊന്നും ആയില്ലല്ലോ, ഞാനിനി വരണമെങ്കിൽ അമ്മയുടെ മുമ്പിൽ വരണമെങ്കിൽ അമ്മ എനിക്ക് ഒരു സാക്ഷി എഴുതാനുള്ളത് എനിക്ക് തരണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ബാക്ക് അടിച്ചിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ അമ്മ പറയുന്നുണ്ട്, നീ വന്ന് ഉടമ്പടി പുതുക്ക്. അത് എൻ്റെ അമ്മ മാതാവ് തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അമ്മ മാതാവ് തന്നെയാണ് എൻ്റെ മനസ്സിൽ പറഞ്ഞത്, നീ എൻ്റെ സന്നിധി വരണം, നീ വന്ന് ഉടമ്പടി പുതുക്കണം. ഞാൻ അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കാൻ വന്ന സമയത്ത് ഉടമ്പടി ക്ലാസ്സിന് ഇരുന്നപ്പോൾ അച്ഛനൊരു സാക്ഷി ഇട്ട് തന്നായിരുന്നു സിസ്റ്റത്തിൽ. അത് വേറെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ഒരു ദമ്പതികൾ, കുട്ടികളില്ലാണ്ട് വിഷമിച്ച ദമ്പതികൾ, ഏകദേശം ഒരു 10-12 വർഷത്തോളം കുട്ടികളില്ലാണ്ടിരുന്ന് വിഷമിച്ചവരാണ്. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവപര പ്രസാദത്തിൻ്റെ കുറച്ച് കുറവുണ്ട്, നിങ്ങൾ കാത്തിരിക്കാൻ ക്ഷമയുള്ളവരാണെങ്കിൽ മാത്രം ഈ ഉടമ്പടി തുടരുക, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടുമെന്നാണ് അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിൽ അവർ ക്ഷമയോടെ കാത്തിരുന്നു. 1-2 വർഷമല്ല 3 വർഷം അവർ ക്ഷമയോടെ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് കുഞ്ഞിനെ അമ്മ മാതാവ് ഈശോയും കൊടുത്ത് സഹായിച്ചെന്നുള്ള ആ സാക്ഷ്യം കേട്ടതിലൂടെ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചത്, ഇനി എൻ്റെ അമ്മ എനിക്ക് ഒന്നും തന്നില്ലേലും വേണ്ട, ഇനി ഈ ഉടമ്പടി ജീവിതം വിട്ടൊരു ജീവിതം എനിക്കില്ലാന്ന് ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ നീ എനിക്ക് ഒന്നും തന്നില്ലേലും വേണ്ട, എനിക്ക് സാക്ഷി ചെയ്തില്ലേലും വേണ്ട, എനിക്കിനി 3 മാസം കൂടുമ്പോൾ ഞാൻ
ഈ നാട്ടിലുള്ളിടത്തോളം കാലം വരെയും ഞാൻ ഉടമ്പടിയില്ലാതെ തന്നെയായിരിക്കും ഞാൻ ജീവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അമ്മയോട്. ഞാൻ ഇവിടെ നിന്ന് പോയി ഉടമ്പടി പുതുക്കി. ഞാനിവിടെ വന്ന് 14-ാം തീയതി ഉടമ്പടി പുതുക്കി. വീട്ടിൽ പോയി ഞാൻ ഡേറ്റ് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് എഴുതി ഉടമ്പടി തൈലവും ഉപ്പും വിതറി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ് ഏപ്രിൽ 31 വരെ. ഞാൻ ഏജൻസിയിൽ നിന്ന് അവരെന്നോട് പറഞ്ഞൊരു ഡേറ്റാണത്. ഈ മാസം കൂടെ നമുക്ക് നോക്കാം, വന്നില്ല നമുക്ക് ക്യാൻസൽ ചെയ്ത് പേയ്മെൻറ്റ് തിരിച്ച് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി 4-5 മാസം ഇപ്പം വിസ വന്ന് 3 മാസത്തോളം പിന്നെ നമ്മൾ പുറത്തുനിന്ന് പലിശയ്ക്ക് എടുത്തതാണ്. അതൊക്കെ കൊടുത്തിങ്ങനെ നിൽക്കുക. ഉണ്ടായിട്ടല്ല, ഓരോരുത്തർന്ന് മറിച്ച് ഇങ്ങനെ കൊടുത്തിരിക്കുക. സത്യം പറഞ്ഞാൽ തലയ്ക്ക് മീതെ വെള്ളം മുങ്ങിയ അവസ്ഥയാണ്, കടം മുങ്ങി നിൽക്കുന്നൊരവസ്ഥ. ഞാൻ പറഞ്ഞു ചേച്ചി ഇതെനിക്ക് ക്യാൻസൽ ചെയ്ത് മേടിക്കാനല്ല, എനിക്ക് നടന്നു കിട്ടാനാണ് ഞാൻ ഇത്രയും നിൽക്കുന്നത്. ഞാൻ എന്നും ചെയ്തില്ല. ഞാൻ അമ്മ മാതാവിനെല്ലാം വിട്ടുകൊടുത്തു. ഞാൻ പറഞ്ഞു അമ്മേ നിൻ്റെ മുമ്പിൽ ഞാൻ വയ്ക്കുക, അവർ പറഞ്ഞ ഡേറ്റ് നിൻ്റെ മുമ്പിൽ ഞാൻ വയ്ക്കുക, നീ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഡേറ്റ് ഇട്ട് 31-ാം തീയതിക്കുള്ളിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഉപ്പും തൈലവും വിതറി ഞാൻ പ്രാർത്ഥിച്ചു. ഏപ്രിൽ 26-ന് എനിക്ക് ഞായറാഴ്ച അവിടെ വർക്കിംഗ് ഡേ ആണ് ഇസ്രായേലിൽ. 26-ാം തീയതി കൊന്ത പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് എൻ്റെ വാട്സപ്പിലൊരു മെസ്സേജ് വരുവാണ്, അമിതയുടെ പുതിയ വിസ കൺഫേം ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സന്തോഷ കണ്ണുനീരെന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു നിമിഷമാണത്. സന്തോഷ കണ്ണുനീരെന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. ഞാൻ വിചാരിച്ചിരുന്നത് സങ്കടത്തിൽ മാത്രമേ കണ്ണുനീര് വരൂ, നമ്മൾ കരയുകയുള്ളൂ എന്നൊക്കെ. പക്ഷേ സന്തോഷത്തിലും കണ്ണുനീര് വരുമെന്നൊക്കെ ഞാൻ അന്ന് അറിയുന്നത്. ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. ഞാൻ അമ്മ മാതാവിനിതാ അവർ പിറ്റേന്ന് എന്നെ ഓഫീസിലോട്ട് വിളിക്കാൻ പറഞ്ഞു. ഓഫീസിൽ വിളിച്ച് അവർ പറഞ്ഞു മുംബൈയിലോട്ട് വന്നു, നമുക്ക് പേപ്പർ സബ്മിഷൻ ചെയ്യാം. അവിടെ അമ്മ മാതാവ് എനിക്ക് സമയച്ചുരുക്കം തന്നെയാണ് കാണിച്ചു തന്നത്. വെറും 2 ആഴ്ച കൊണ്ട് അമ്മ മാതാവിനെ ഈശോയെ ഞാനിവിടെ കൂടെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു എൻ്റെ വഴികളിൽ എന്നെ മുന്നേ നിങ്ങൾ നടന്ന് എനിക്ക് എൻ്റെ വഴികൾ തെളിച്ച് തരണം എനിക്ക്. അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് ഞങ്ങൾ മുംബൈക്ക് പോയി എൻ്റെ കൂടെ വേറെ കമ്പനിയിലുള്ള ഒരുപാട് പിള്ളേരുണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്ത്. 2 ആഴ്ചയായിട്ട് മെഡിക്കൽ പോലും കഴിയാതെ എല്ലാ പിള്ളേരും നിൽപ്പുണ്ട് അവിടെ. ഒരു പിള്ളേർക്കും മെഡിക്കലും കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ അമ്മ മാതാവിൻ്റെ സമയച്ചുരുക്കം എന്നേ പറയത്തുള്ളൂ. ഞാൻ എൻ്റെ മെഡിക്കലും ഇൻ്റർവ്യൂവും വെറും 2 ആഴ്ച കൊണ്ട് എനിക്ക് നടത്തി തന്നു അമ്മ. ഞാൻ വിചാരിച്ചത് മെഡിക്കൽ എടുത്തിട്ട് നാട്ടിൽ വന്നിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന്. പക്ഷേ അമ്മ അതിനൊന്നും വിട്ടില്ല. അമ്മയായിട്ട് എനിക്ക് 2 ആഴ്ച കൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി നടത്തി തന്നു. ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പേ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് എൻ്റെ പാസ്പോർട്ട് റിലീസായി എൻ്റെ ഏജൻസിയിലെത്തി. കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് സഹായം ചോദിച്ചു വരുന്നവരോടായാലും ഇല്ലയെന്ന് പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കൊടുത്ത് സഹായിക്കുന്നുണ്ട്. റോഡരികിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം പത്രം വിതരണം ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് വരുന്ന മാസങ്ങളെല്ലാം പത്രം മേടിക്കുന്നുണ്ട്. പൊതുമേഖലകളിലാണ് കൊടുക്കുന്നത്, പള്ളിത്തലകളിൽ കൊടുക്കത്തില്ല. ഞാൻ അച്ഛൻ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് പള്ളിത്തലങ്ങളിലല്ല കൊടുക്കണം, നിങ്ങൾ പൊതുമേഖലയിൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന്. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലും ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ പത്ര വിതരണം ചെയ്യുന്നത്. ആത്മീയ ജീവിതത്തിലെ വളർച്ചയെന്ന് പറയുന്നത് പഴയതിനേക്കാളേറെ പരീക്ഷണങ്ങളിപ്പം കുറച്ചുകൂടി നേരിടാനുള്ളൊരു ബലവും പ്രാർത്ഥനയിൽ ഒരുപാട് സമയം എന്തായാലും ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ലഭിക്കുന്നുണ്ട്. ബൈബിള് പഴയതിനേക്കാളേറെ ഒരുപാട് ബൈബിള് വായിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ദിവസം പോലും ജപമാല മുടക്കാൻ തോന്നുന്നില്ല. എത്ര ലേറ്റ് ആയാലും ഏത് സാഹചര്യത്തിലായാലും ഒരു ജപമാല പോലും എത്തിക്കാതെ കിടക്കാൻ തോന്നത്തില്ല എനിക്ക്. ഇത്രത്തോളം എനിക്ക്. പിന്നെ ഇതിൽ വേറൊരു അത്ഭുതം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ മാല കളഞ്ഞു പോയായിരുന്നു, സ്വർണ്ണമാല. മോൾക്ക് പള്ളിയിലിട്ട് കൊടുത്തു വിട്ടതായിരുന്നു. അപ്പം പള്ളി കഴിഞ്ഞ് മോളിറങ്ങിയപ്പോഴത്തേക്കും മാല കളഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് കൂട്ടുകാരെ ഫോണിൽ വിളിച്ച് പറഞ്ഞു അമ്മമ്മയും ചെറുമോളും കൂടെയാണ് പോയത്. അപ്പം 2 പേര് അവിടെ നിന്ന് മാല തിരക്കുന്നെന്ന് പറഞ്ഞു. മാല തിരക്കുന്നിട ഇങ്ങനെ മാല പോയെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇവരവിടെ നിന്ന് തിരക്കിയിട്ട് കാണാതെയൊക്കെ വീട്ടിലോട്ട് തിരിച്ച് വരാനുള്ള പുറപ്പാടായിരുന്നു. ഞാനിത് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ തന്നെ ഇപ്പോഴത്തെ സ്വർണ്ണവിലയുടെ ആ ഒരു ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. പെട്ടെന്നൊന്നും എടുത്ത് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ മാതാവിനെ വിളിച്ചോളൂ. ഞാൻ പറഞ്ഞു അമ്മേ നീ കൂടെ വരണം. നീ ആ കുർബാന കഴിഞ്ഞ് അത്രയും പള്ളിയിൽ നിന്ന് അത്രയും ജനങ്ങൾ ഇറങ്ങിപ്പോയ ആ സ്ഥലത്ത് ഞാനും എൻ്റെ ഭർത്താവും വീട്ടിൽ നിന്ന് ആ പള്ളിയിലെത്തി അന്വേഷിക്കാൻ തുടങ്ങി.
എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിലാണ് ആ മാല കാണിച്ചു കൊടുത്തത് എൻ്റെ അമ്മ. വേറെ ആ ഒറ്റ മനുഷ്യരുടെ കണ്ണിൽ ആ മാല കാണിച്ചു കൊടുത്തിട്ടില്ല. ഞങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷേ എൻ്റെ അമ്മയും ഞാനും ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും അമ്മ മാതാവിനെ മുറുകെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോയത് ആ മാല അന്വേഷിക്കാൻ. എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ ആ മാല കാണിച്ചു കൊടുത്ത് ഞങ്ങൾക്കത് കിട്ടുകയും ചെയ്തു. ഒരുപാട് ചെറിയ ചെറിയ രോഗസൗഖ്യങ്ങൾ, വീട്ടിലെന്തെങ്കിലും വൈകാരികയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഉടമ്പടി തൈലം പുരട്ടി തന്നെയാണ് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉപ്പ് നാവിൽ ഞങ്ങൾ വായിൽ നുണയുകയൊക്കെ ചെയ്യും. ഞങ്ങൾ അതിൻ്റെ ഫലമായിട്ട് രോഗസൗഖ്യങ്ങൾ, ചെറിയ ചെറിയ രോഗസൗഖ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ, പറഞ്ഞാൽ ഒടുങ്ങാത്ത രീതിയിൽ ഞങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി ഹൃദയം നിറഞ്ഞ നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ മാസം തന്നെ ഞാൻ പോകും ഇസ്രായേലിലേക്ക്. എനിക്ക് 10 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് കൺഫേം ആവും. ഏജൻസിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞ ഒരിക്കൽ കൂടി എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞ അമ്മ മാതാവിനും തിരുക്കുമാരനും ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ യോഗ്യതയല്ല, എൻ്റെ മെറിറ്റ് അല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഈ കാര്യങ്ങളെല്ലാം ഇതുവരെ നടന്നു കിട്ടിയത്. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. സങ്കീർത്തനം 66, 19, 20 വചനങ്ങളാണ്. ഉടമ്പടിയിൽ നമ്മെ വിളിക്കപ്പെട്ടത് ആ മനുഷ്യബന്ധത്തിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് അനുഗ്രഹത്തിൽ മാത്രമല്ല, ഒരു ആത്മീയ ബന്ധത്തിലേക്കാണ് ഈശോ അമ്മയെ നമ്മെ വിളിക്കുന്നത്. കൃപാസന ഉടമ്പടിയിൽ നമ്മെ ഓരോരുത്തരെയും ദൈവസ്നേഹത്തിലേക്കാണ്. സാഹചര്യങ്ങൾ ഏതൊക്കെയായാലും, സാഹചര്യങ്ങൾ മാറുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാറാത്ത അചഞ്ചലമായ സ്നേഹത്തിലേക്കാണ് നമ്മെ ഉടമ്പടി മക്കളെ ഈശോയും അമ്മയും ക്ഷണിക്കുന്നത്. നമ്മളേത് അവസ്ഥയിലായിരുന്നാലും, വീണാലും തളർന്നാലും ദൈവം നമ്മെ വിട്ടുപോകാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടിയിലെ ദൈവ സാന്നിധ്യം. അമിത എന്ന സഹോദരി എന്ന മകളുടെ സാക്ഷ്യത്തിലും വിട്ടുമാറാത്ത ആ സ്നേഹത്തിൻ്റെ അചഞ്ചലമായ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു നല്ല ദൈവസാക്ഷ്യമാണ്, ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. അമിതയുടെ ജീവിതത്തിലും ആരോ എവിടുന്നോ ഒരു പത്രം നൽകി, കൃപാസനം പത്രം. വായിച്ചപ്പോഴൊരാഗ്രഹം തോന്നി, കൃപാസനം എവിടെയാണെന്നും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ കണ്ണുനീരൊപ്പുന്ന ആ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരു പരിഹാരം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ അമിത ഈ ആലയത്തിലെത്തുകയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഉടമ്പടിയിൽ 2 വർഷത്തോളം ജോലി ആഗ്രഹിച്ചിരുന്നു, പക്ഷെങ്കിൽ കിട്ടിയില്ല. ഉടമ്പടി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ജോലി കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ്. ഉടമ്പടി എടുത്ത ഉടനെ വേറൊരു ഏജൻസി കാണിക്കുകയും ആ ഏജൻസി വഴി ഒരു നല്ലൊരു വേക്കൻസി ഉണ്ടെന്ന് അറിയുകയും ഇസ്രായേലിലേക്ക്, അങ്ങനെയാണ് 1 മാസം അപ്ലൈ ചെയ്തതിൻ്റെ 1 മാസത്തിനകം ഓഫർ ലെറ്റർ കിട്ടിയത്. പിന്നീടുണ്ടായിരുന്നൊരു തടസ്സമാണ്. അതും ആ തടസ്സം അത് വലിയൊരു നന്മയ്ക്കായിട്ടായിരുന്നു. പക്ഷെങ്കിൽ അമിത അതറിഞ്ഞത് വളരെ താമസിച്ചാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലത് നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്കറിയാമല്ലോ എന്നാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നമുക്കുള്ള ജീവിതത്തിൽ നമുക്കെല്ലാം നല്ലതിനായിട്ട് തന്നെയാണ് ദൈവം നടത്തി തരുന്നത്. ഈ മകളുടെ ഓഫർ ലെറ്റർ വന്നേ പിന്നെയെല്ലാം തടസ്സങ്ങളാണ്. മെഡിക്കലിന് പോയപ്പോഴത്തേനും കൂടി ഉണ്ടായിരുന്ന അവർ 8 പേരാണ് പോയത്. 7 പേർക്ക് കിട്ടി, ഈ മകൾക്ക് മാത്രം കിട്ടിയില്ല. അങ്ങനെ 7 പേര് കയറിപ്പോയപ്പോഴും ഈ മകൾ സങ്കടത്തോടെ കാത്തിരിക്കുകയാണ്. കാരണം പാസ്പോർട്ടിലുള്ളത് ഡാമേജ് ആയിരുന്നു പ്രശ്നം. പിന്നീട് അവർ പറഞ്ഞത് വീണ്ടും പാസ്പോർട്ട് ക്ലിയറാക്കിയിട്ട് വീണ്ടും ആ വിസയിൽ തന്നെ പോകാമെന്നാണ്. കൂടെയുള്ള കുട്ടികളെല്ലാം പോയി. ഈ മകൾക്ക് സങ്കടമായിരുന്നു. പക്ഷേങ്കിൽ പിന്നീടാണ് അറിഞ്ഞത് അവിടെ യുദ്ധമായി പോയവരെല്ലാം അകപ്പെട്ടു എന്ന്. പക്ഷേങ്കിൽ ഇവിടെയും ഈ മകൾ ആ പുതുക്കേണ്ട സമയത്ത് പുതുക്കിയില്ല. ഇതാണ് നാം പറയുന്നത്. അച്ഛൻ പലപ്പോഴും നമ്മളോട് പറയും, ജോസഫ് അച്ഛൻ പലപ്പോഴും പറയും, നമ്മൾ ആകരുത് എന്നാണ്. ഒരുപക്ഷെ നമ്മൾ അനുഗ്രഹങ്ങൾക്കായിട്ടാവാം നമ്മൾ ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുന്നത്. പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് വിഷയബന്ധിയല്ല, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്, ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഒരു ആത്മീയ ബന്ധമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഈ സമയത്ത് ഈ മകളുടെയും ഉടമ്പടിയിൽ ഒരു അല്പം മാറ്റം വന്നു. പിന്നീടാണ്
മനസ്സിലായത് അമ്മ തന്നെയാണ്. അമ്മ നമ്മളെ അമ്മയെ മറന്നാലും അമ്മ നമ്മെ മറക്കില്ല. ഉടമ്പടി ആ വിശ്വാസ ബന്ധമാണ്. അമ്മ തന്നെ ഈ ആൾക്കൊരു പ്രചോദനമാണ്, പോയി ഉടമ്പടി പുതുക്കെന്ന്. അങ്ങനെ 4-ാം മാസമാണ്, 1 മാസത്തിന് ശേഷം 4-ാം മാസം വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ തന്നെ വീണ്ടും പുതിയ ഒരു ഉണർവാണ്. എല്ലാ കാര്യവും മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ഈശോയും അമ്മയും ആ കാരുണ്യവും അചഞ്ചലമായ സ്നേഹവും നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവ സാന്നിധ്യവുമാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെ ഈ മകള് ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഏപ്രിൽ 31 മുമ്പ് അമ്മ എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്ന്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ കൃപാസനമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ഡിസംബർ 7-ാം തീയതി അമ്മ ഇവിടെ വന്നത്. അപ്പോഴും നമുക്കറിയാം, കാനായിൽ വിവാഹ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞതിൻ്റെ സമയമായിട്ടില്ല എന്നാണ്. പക്ഷെങ്കിൽ സമയമാകാത്ത സമയമാക്കിയത് പരിശുദ്ധ അമ്മയാണ്. അവൻ പറയുന്നത് ചെയ്യുക എന്നാണ്. നമ്മുടെ ഉടമ്പടിയിൽ ഈശോ പറയുന്ന വചനം അനുസരിച്ച് നാം ജീവിതം നയിക്കുമ്പോൾ ആകാത്ത സമയമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെ ഈ മകളും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ്. അമ്മയോട് പറഞ്ഞു, ഏപ്രിൽ 31 മുമ്പ് അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്കൊരു വഴി തുറന്ന് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മെയ് 26-ാം തീയതി തന്നെ പുതിയ വിസ കിട്ടുകയും പെട്ടെന്ന് തന്നെ അടുത്ത പേപ്പർ വർക്കെല്ലാം ക്ലിയറാക്കി ഈ മകൾക്ക് ഇപ്പോൾ ഇസ്രായേലിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഇന്ന് തന്നെ നന്ദി പറയാനാണ്. കാരണം ടിക്കറ്റ് പെട്ടെന്ന് വന്നെങ്കിൽ പെട്ടെന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് തന്നെ പരിശുദ്ധ അമ്മയ്ക്കിட்ட സന്നിധിയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് നന്ദി പറയുവാനായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം സാഹചര്യങ്ങൾക്ക് അധിഷ്ഠിതമല്ല, അനുഗ്രഹങ്ങൾക്ക് അധിഷ്ഠിതമല്ല, അവർ ആത്മീയ ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്കിന്ന് സമർപ്പിക്കാം. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന വിശ്വാസത്തോടെ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ അചഞ്ചലമായ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ നമുക്കും അനുഭവിക്കട്ടെ, നമുക്കും അനുഭവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമിതയ്ക്കും കുടുംബത്തെ സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പനും 1000 നന്ദി. ആദ്യമായി എൻ്റെ മകൻ, എൻ്റെ മോൻ എയ്തൻ, ഇതെൻ്റെ ഹസ്ബൻഡ്. എൻ്റെ പേര് ദീപ്തി, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് അനീഷ്, ഇതെൻ്റെ മൂത്ത മോൻ എയ്തൻ, ഇത് ഇളയ മകൻ ഏബൽ. കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് പത്രങ്ങളിലൂടെയാണ് ഞാൻ അറിഞ്ഞതും പിന്നെ എൻ്റെ ബന്ധുക്കൾ ഒരുപാട് പേര് ഉടമ്പടി എടുത്ത് അവർ വഴിയാണ് കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത്. അന്ന് മുതലേ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് മെഡിക്കൽ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു, അഡ്മിനിസ്ട്രേറ്ററായിട്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട്, മോൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് വന്ന സമയത്ത് പുറത്തേക്ക് ജോലി നോക്കാമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി യൂറോപ്പിലോട്ട്, ചെക്ക് റിപ്പബ്ലിക്കിലൊക്കെ ഒരു വിസയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിന് 5 ലക്ഷം രൂപയാവും. അപ്പോൾ അത് പ്രോസസ്സിങ് തുടങ്ങാം, 3 മാസത്തിനകം പോകാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിസയുടെ കാര്യങ്ങളെല്ലാം പൈസ ഫസ്റ്റ് പേയ്മെൻറ്റ് കൊടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ സെക്കൻഡ് കൊടുത്തു. അങ്ങനെ 3 മാസത്തിനകം പേയ്മെൻറ്റൊക്കെ കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ ജൂലൈ 20-ാം തീയതി ഞങ്ങൾക്ക് ട്രാവൽ ഡേറ്റ് വന്നു എന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു, എല്ലാം റെഡിയാക്കി വെച്ചോണം, 2 ദിവസത്തിനകത്തും എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. വിസയുടെ കൺഫർമേഷൻ മെയിലെല്ലാം വന്നു. ഞങ്ങളുണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്ത് ജൂലൈ 20 കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, ഒരു 7 ദിവസം കൂടി ലേറ്റ് ആവും. 7 ദിവസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, ഇന്നേ വരെയും പിന്നെ ഇങ്ങോട്ട് അത് അവർ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിസ റിജക്റ്റായി. അപ്പോൾ ഞങ്ങൾ കൊടുത്തിരുന്ന പേയ്മെൻറ്റ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് കൊടുത്തതല്ല, നമ്മൾ ഒരുപാട് കടമൊക്കെ മേടിച്ച് കൊടുത്തതായിരുന്നു. അപ്പോൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലായി. അപ്പോൾ ആ സമയത്തൊക്കെ അവരോട് പേയ്മെൻറ്റിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ ഓരോ തടസ്സങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ഇവിടെ വന്ന് 2ാമത്തെ ഉടമ്പടി പുതുക്കി തിരിച്ചു പോയ സമയത്ത് ഡെയിലി ബ്ലെസ്സിങ് പ്രാർത്ഥനയുടെ സമയത്ത് നീലത്തിരിയിൽ എനിക്ക് 2 എന്നുള്ള ഡേറ്റ് തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ഒരാഴ്ചത്തോളം എനിക്ക് 2 എന്നുള്ള ഡേറ്റ് തന്നെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. കറക്റ്റ് ഡിസംബർ 2-ാം തീയതി എൻ്റെ അക്കൗണ്ടിലോട്ട് ഞാൻ അവർക്ക് കൊടുത്ത പൈസ ഫുള്ള്, ഞങ്ങൾ കൊടുത്ത പൈസ മൊത്തം അവരെൻ്റെ അക്കൗണ്ടിലോട്ട് തിരിച്ചു തന്നു. അതൊരു അത്ഭുതം പോലെ നമ്മൾ ആ ബഹളം വെച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അവർ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. അതിനുശേഷം ആ 2-ാം തീയതി ആ ഡേറ്റ്, അന്ന് രാവിലെ 10 മണിക്ക് മുമ്പേ അവരെൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ തിരിച്ചു തന്നു. അതിനുശേഷം ഇപ്പോൾ
ഹസ്ബൻഡിന് ഈ ഒരു ജോലി ഇല്ലാതെ ഞങ്ങൾ ഈ 1 വർഷത്തോളം ഈ ജൂലൈ ആ വിസയ്ക്ക് കൊടുത്ത സമയം തൊട്ട് ഇന്നേ വരെ ഞങ്ങൾ ജോലി ഇല്ലാതാണ് ഞങ്ങളുടെ ഹസ്ബൻഡിനും എനിക്കും ജോലിയില്ല. ആ സമയത്ത് എല്ലാവരും ചോദിച്ചു എങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ അറിയാവുന്ന ഒരു ജപമാല ചെയ്യുന്നൊരു കൊച്ചുണ്ട്. അപ്പോൾ അത് വന്ന് ഞങ്ങളോട് ജപമാല ചെയ്യാമോ, അതിനടുത്തുനിന്ന് ഞാൻ ജപമാല ഒരുപാട് മേടിക്കാറുണ്ട്. ജപമാല ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒന്ന് ജപമാല ചെയ്യാൻ കാണിച്ചു തന്നു. അപ്പം ഞങ്ങൾ 2 പേരും ഇവിടെ എറണാകുളത്ത് വന്ന് അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് ജപമാല ചെയ്യാൻ തുടങ്ങി. ജപമാല ചെയ്ത് ഒരുപാട് സ്ഥലത്തുനിന്ന് ഞങ്ങൾ ജപമാല ചെയ്യുന്നു എന്നറിഞ്ഞ് ഒരുപാട് സ്ഥലത്തുനിന്ന് ഞങ്ങളെ വിളിച്ച് അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, എറണാകുളം, തൃശ്ശൂർ ഒരുപാട് സ്ഥലത്ത് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്കിപ്പം ഒരുപാട് ജപമാലയുടെ ഓർഡറായി. ഞങ്ങൾ ഡെയിലി ഉറക്കം ഒഴിച്ചാലും ഞങ്ങൾക്ക് അത്രയും ഒരു സന്തോഷമാണ്. ഒരു ഇതില്ലാതെ ഞങ്ങൾ അഖണ്ഡ ജപമാല എല്ലാ ടൈപ്പ് ജപമാലകളും ചെയ്ത് ഡെയിലി ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കൊല്ലത്തുള്ള എല്ലാ പള്ളികളിലും കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൻ്റെ ആ ജപമാലയുടെ ചെയ്ത് കൊടുത്ത ആ ഒരു ഇതിലാണ് ഞങ്ങൾ അന്ന് തൊട്ട് ഇന്നേ വരെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്, പിള്ളേരുടെയും ഞങ്ങളുടെ എല്ലാം. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ്. കാരണം ഞങ്ങൾ വിചാരിച്ചത് പോലും ഇല്ലാത്തൊരു കാര്യം അത്. അമ്മ മാതാവ് ജപമാലയുടെ രൂപത്തിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് അത് ചെയ്യാനുള്ളൊരു ഇത് തന്ന് ഹസ്ബൻഡും ഞാനും ഞങ്ങൾ 2 പേരും എൻ്റെ അമ്മയും ഞങ്ങൾ 3 പേരുമാണ് ജപമാല ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങൾ ആ ഒരു ഇതിലൂടെ വേറെ ആരും ഒരു കാര്യത്തിൽ ആശ്രയിക്കാതെ ഫുൾ ടൈം ഞങ്ങൾ ജപമാല ചൊല്ലിയാണ് ഞങ്ങൾ കെട്ടുന്നത്. ആ ഓരോരുത്തർ നിയോഗം പറഞ്ഞിപ്പം എൻ്റെ അടുത്ത് വിളിച്ച് നിയോഗങ്ങൾ പറഞ്ഞിട്ട് അത് വെച്ച് ജപമാല ചൊല്ലിക്കൊടുക്കാൻ പറയും. ഒരുപാട് സ്ഥലത്തുനിന്ന് വിളിക്കുന്നുണ്ട്, ഡെയിലി ഞങ്ങൾക്ക് കോള് വരും. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജപമാല കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് ജപമാലകൾ കൊടുക്കാനും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് വേറൊരു വിസ, ദുബായിലേക്ക് പോകാനുള്ളൊരു വിസ ഹസ്ബൻഡിന് ഒരാൾ വഴി ഇങ്ങനെ വന്നിട്ട് അപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് അത് വിസിറ്റ് വിസയിലാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ആണ് ജോബ് വിസ അടിക്കുന്നത്. അപ്പം അതിൻ്റെ വിസ കഴിഞ്ഞ ബുധനാഴ്ച വിസ വന്നു. അപ്പോൾ ഞായറാഴ്ചത്തേക്ക് ടിക്കറ്റ് ആവും, ഞായറാഴ്ച രാത്രി കയറണമെന്ന് പറഞ്ഞു. വിസ വന്നതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോൾ വ്യാഴാഴ്ച രാവിലെ ആയപ്പം ഹസ്ബൻഡിന് കണ്ണിനൊരു ചെറിയ വേദന വന്നു. ഒരു കണ്ണ് ഫുള്ള് കാണാൻ പറ്റുന്നില്ല, നല്ല കാഴ്ചക്കുറവ്, അങ്ങനെ നല്ല വേദനയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പെട്ടെന്ന് അത് എന്തോ ഒരു നല്ല സീരിയസ് ആയിട്ടൊരു പ്രശ്നമുണ്ട്, നിങ്ങളൊരു വേറെ ഡോക്ടറെ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വേറൊരു ഡോക്ടറെ കാണിച്ച് അവിടെ തന്നെ കണ്ണിൻ്റെ സ്കാനിങ് ഒക്കെ എടുത്തപ്പോൾ ഈ കണ്ണിലോട്ടുള്ള വെയിനിലൊരു ബ്ലഡ് ക്ലോട്ടായി കിടക്കുക, കണ്ണിനകത്തൊരു നീരുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കിംസിലോട്ടോ അല്ലെങ്കിൽ മധുര അരവിന്ദ് ഹോസ്പിറ്റലിലോട്ടോ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മധുരയിലോട്ട് പെട്ടെന്ന് പോയി. അന്ന് തന്നെ അവിടെ ചെന്ന് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, സ്കാനിങ്ങുകളും അതിൻ്റെ കണ്ണിൻ്റെ സ്കാന്, പിന്നെ വേറെ എന്തെങ്കിലും ഇതായിട്ട് വന്നോന്ന് പറയാം, അബ്ഡോമിനൽ സ്കാന്, CT എല്ലാം എടുത്തപ്പോൾ അവർക്ക് ആദ്യം ഒരു സംശയം എന്തെങ്കിലും അസുഖം വന്നു പോയതിൻ്റെ ഇതായിട്ട് വന്നതാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ സ്കാൻ എടുക്കാൻ കയറുമ്പോഴും എല്ലായിടത്തും ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും ഓയിലും എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ആ ഓരോ CT എടുക്കാൻ കയറുമ്പോഴൊക്കെ ഞാൻ അവിടെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നതായിരുന്നു. അത് ഞങ്ങൾ മധുരയിലോട്ട് പോകുന്ന വഴി ട്രെയിനിൽ ഇവിടുന്ന് ഞങ്ങൾ കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറി ട്രെയിനിൽ ഇരുന്ന സമയത്ത് ഹസ്ബൻഡ് ഞാനന്നേരം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാലിൻ്റെ അടുത്തൊരു നീല കളർ പോലെ തോന്നിയിട്ട് നോക്കിയപ്പോൾ ഒരു ഉടമ്പടി കാശ് രൂപം, ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഒരു ഉടമ്പടി കാശ് രൂപം കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി സഞ്ചാരി മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഞങ്ങൾ അത്ര വിഷമിച്ചാണ്, കാരണം ഇത്രയും നാൾ കാത്തിരുന്നൊരു വിസ വന്നപ്പോൾ പെട്ടെന്ന് കണ്ണിനിങ്ങനെ ആയി. അപ്പോൾ ഉടമ്പടി കാശ് രൂപം കയ്യിൽ കിട്ടിയപ്പോൾ മനസ്സിലായി സഞ്ചാരി മാതാവ് കൂടെ ഉണ്ട് എന്നൊരു ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയി. ഞാൻ ഓരോ ടെസ്റ്റിന് കയറ്റുമ്പോൾ അവിടെ ഉടമ്പടിയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, തൈലം പൂശിക്കൊടുത്ത് കണ്ണിൽ, അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് വന്ന് ലാസ്റ്റത്തെ ഒരു ഇത് എടുത്തപ്പോൾ ചെറിയ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നതിൻ്റെ ഇതിലായിട്ട് വന്നതാണ്. പക്ഷേ അന്നേരം അത് കണ്ടുപിടിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ, അത് മാതാവ് എനിക്കത് കാണിച്ച് തന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് അതും കൊണ്ട് കയറി പോകുമായിരുന്നു, എന്തെങ്കിലും പ്രശ്നമായിട്ട് തിരിച്ചു വരേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ മനസ്സിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എല്ലാം ഹസ്ബൻഡ് എൻ്റെ കൂടെ വരും, പക്ഷെ ഉടമ്പടി എടുത്തിട്ടില്ല പുള്ളി ഇതുവരെയും. ഉടമ്പടി എടുത്തിട്ട് മാതാവ് വിടത്തോളം എന്നുള്ളൊരിത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി മാതാവ് നീട്ടിയതായിരിക്കാവുന്ന
അപ്പോൾ ഇന്ന് പുള്ളി പുതിയ ഉടമ്പടി എടുത്തു ഹസ്ബൻഡ്. അപ്പോൾ അവിടെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ 3 ദിവസത്തെ ഇഞ്ചക്ഷൻ എന്നെ അവിടെ അഡ്മിറ്റാക്കി എടുത്തു. അപ്പോൾ ഞായറാഴ്ചത്തെ ടിക്കറ്റ് ഞങ്ങൾക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ തിങ്കളാഴ്ചത്തേക്ക് ആക്കി തന്നു. അപ്പോൾ 3 ദിവസത്തെ ഇഞ്ചക്ഷൻ സ്റ്റിറോയിഡ് എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല കുറഞ്ഞു, കാഴ്ച തിരിച്ച് കിട്ടി. ഇപ്പോൾ സ്റ്റിറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു അടയാളമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇന്ന് ഇപ്പം ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കാൻ ഇത് പ്രശ്നം വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് പറ്റത്തില്ലായിരുന്നു ഹസ്ബൻഡിന്. അപ്പോൾ ഇന്ന് പുതിയതായിട്ട് ഉടമ്പടി എടുത്തു. തിങ്കളാഴ്ച വൈകിട്ട് ഞങ്ങൾ ദുബായിലായിട്ട് പോവുക രാത്രിത്തെ ഫ്ലൈറ്റിന്. കാരുണ്യപ്രവൃത്തികൾ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഈ 1 വർഷം ഈ ജോലി ഇല്ലാതിരുന്ന സമയത്ത് പോലും ഞങ്ങൾ ഈ ജപമാല ചെയ്ത് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, അവിടെ ക്യാൻസർ വിഭാഗത്ത് കീമോ ചെയ്യുന്നവർക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി ഞാൻ ഹസ്ബൻഡും എൻ്റെ അമ്മയും കൂടെ കൊണ്ടുപോയി അവിടെ എല്ലാവർക്കും കൊടുക്കും. പിന്നെ നമുക്ക് കൊണ്ട് കഴിയുന്ന ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ കഴിയുന്ന വിധത്തിൽ നമ്മൾ സഹായിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം എല്ലായിടത്തും വീടുകളിൽ കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു. പിന്നെ ഈ ഹോസ്പിറ്റലുകളിലും എല്ലായിടത്തും കൊടുക്കുമായിരുന്നു. ആദ്യം ഒരു കെട്ട് പത്രമായിരുന്നു ആദ്യം മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ സമയത്ത് എനിക്ക് മടിയായിരുന്നു കൊടുക്കാൻ. പിന്നീട് വന്നപ്പം 3 കെട്ട് മേടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിത് 1 കൊടുക്കാൻ പറ്റാത്ത ഞാനെങ്ങനെ 3 കൊടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ആ 3 കെട്ട് കൊണ്ടുപോയി രോഗികൾക്കൊക്കെ കൊടുത്തപ്പോൾ എനിക്കത് തികഞ്ഞില്ല. അത് പിന്നെയും വേണ്ടി വന്നു പത്രം. അപ്പോൾ കാരണം ആദ്യത്തെ പത്രം ഞാൻ കൊടുക്കാൻ പഠിച്ചപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. രണ്ടാമത് ആ 3 മേടിച്ചപ്പോൾ എനിക്കത് തികഞ്ഞില്ല. കൊടുത്തിട്ടും പിന്നെയും ആൾക്കാർ വന്നിട്ട് ചോദിക്കുകയായിരുന്നു പത്രം. ഞാൻ ആദ്യം കൊടുത്തപ്പോൾ എനിക്കൊരു വിഷമമായിരുന്നു, കൊടുക്കുമ്പം ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നൊക്കെ. പക്ഷെ അത് ഒരു ഇതല്ല, കാരണം അതിന് മാറിക്കിട്ടി. ഈ 3 കെട്ട് പത്രം മേടിച്ച സമയത്ത് ഒരുപാട് പേര് പിന്നെയും അവരുടെ വീട്ടിൽ ഉള്ളവർക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. ആത്മീയ ജീവിതം, കുർബാന ഡെയിലി മാസ് കൂടുന്നുണ്ട്. പിന്നെ പള്ളിയിലെ കാര്യങ്ങൾക്കെല്ലാം കൊയർ ടീമിലും എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് വേണ്ടി ഇപ്പം ഞാൻ ജപമാലയിലൂടെ നിയോഗങ്ങൾ ഒരുപാട് പേര് വിളിച്ച് പറയും. ആ നിയോഗം വെച്ചിട്ട് ജപമാല ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ജപമാല ചൊല്ലി കൊടുക്കാറുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇനിയും ഹസ്ബൻഡ് ഈ പോകുന്ന വിസ നല്ല രീതിയിൽ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഉറപ്പോടുകൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരാലയമാണ് കൃപാസനമാലയം. നമ്മൾ ഓരോരുത്തരും ഇന്ന് നമുക്കറിയാം SLC റിസൾട്ടിൻ്റെ ദിവസമാണ്. പല മക്കളും മൊബൈലുമായിട്ടാണ് കാത്തിരിക്കുന്നതെന്നറിയാം. പക്ഷേങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണ സന്നിധിയാണ്, അതായത് ഒരു വിശുദ്ധിയുള്ള ഒരു സന്നിധിയാണ്. നമ്മൾ പ്രതീക്ഷയോടെ മൊബൈൽ നോക്കാം, പക്ഷെങ്കിൽ അതിനിടയിൽ നാം സംസാരിക്കാൻ സാധ്യതയുണ്ട്, മറ്റുള്ളവർക്ക് ഫോൺ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കുള്ള റിസൾട്ടിനെ പറ്റി അറിയിക്കാനും സംസാരിക്കാനുമുള്ള ഒരു സ്ഥലമായിട്ട് നാം ഇത് കണക്കാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വിശ്വാസത്തോടെ വിശുദ്ധിയോടെ നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സന്നിധിയാണിത്. അതുകൊണ്ട് നമ്മൾ റിസൾട്ട് നോക്കാനായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നത്. പക്ഷേങ്കിൽ നമ്മൾ സംസാരിക്കുക, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഫോൺ വിളിക്കണമെങ്കിൽ പുറത്തേക്ക് പോയി നിന്ന് മറ്റുള്ളവരോട് സംസാരിക്കുക. കൂടുതലും പ്രാർത്ഥനയോടെ ജപമാല ചൊല്ലിക്കൊണ്ട് വേണം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നാം ആയിരിക്കേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഫോണിൽ സംസാരിക്കുകയോ ഫോൺ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥനാപൂർവം ഫോണിൽ നോക്കിയിട്ട് പുറത്തേക്ക് പോയി നിന്ന് സംസാരിക്കുക. ആ വിശുദ്ധിയുടെ ഈ മന്ദിരം, ഈ സന്നിധി, ഈ ആലയം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വചനമാണ്. കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമ്മൾ പലപ്പോഴും ഒരുപക്ഷെ മാനസിക സമ്മർദ്ദത്തിലും കുടുംബ പ്രശ്നങ്ങളിലും രോഗാവസ്ഥയിലും സാമ്പത്തിക അനിശ്ചിതത്വത്തിലും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്.
നിൻ്റെ കണ്ണുനീർ ഞാൻ കാണുന്നു, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു. നീ വഴിതെറ്റില്ല, ഞാൻ നിന്നെ നയിക്കുമെന്നൊരു വചനമാണ് ഈശോ നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നത്. നമ്മെ സ്നേഹത്തോടെ ചേർത്ത് നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ആ ദൈവ സാന്നിധ്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ്, ആ ദൈവ സാന്നിധ്യത്തിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കുന്നത്. കണ്ണീരോടെ നാം വരുമ്പോൾ നമ്മെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. നീരൊഴുക്കിലേക്ക് നയിക്കുകയും നമ്മുടെ വഴി സുഗമമാക്കി തരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയിൽ ഓരോ സാക്ഷ്യങ്ങളും നാം കേൾക്കുന്നത് ദൈവം നൽകിയ ഓരോ അനുഗ്രഹങ്ങൾ. ഉടമ്പടി കൂടുതൽ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ, നയിക്കുമ്പോൾ ഈശോയും അമ്മയും കഴിഞ്ഞു നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളാണ് ഓരോ സാക്ഷ്യത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേരി ദീപ്തി എന്ന മകളുടെ സാക്ഷ്യത്തിൽ മകന് ഉണ്ടായിരുന്ന രോഗാവസ്ഥയുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. അതായത് ഇമ്മ്യൂണൽ ത്രോംബൈറ്റിസ് എന്ന അസുഖം, ITPയിൽ. ആ അസുഖത്തിന് എല്ലാ മരുന്നുകളും കഴിക്കും, പക്ഷെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടേയിരുന്നു. പിന്നീട് മകന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഉടമ്പടി പുതുക്കാനായി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്നപ്പോൾ പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെ പനി കൂടുതലാവുകയും അന്നേ ദിവസമാണ് പരിശുദ്ധമ്മ ഈ മകനെ തൊട്ട് സുഖപ്പെടുത്തിയത്. ഒത്തിരി 4 വർഷത്തോളം ഉണ്ടായിരുന്ന രോഗമാണ്. ഒത്തിരി ലക്ഷങ്ങൾ ചിലവാക്കിയ രോഗമാണ്. ഇന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, കാരണം ഈ പൂർണ്ണമായിട്ട് രോഗസൗഖ്യം നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ചെക്കപ്പ് ചെയ്തപ്പോൾ രോഗാവസ്ഥയിലായിട്ടുള്ള ഒരു കാര്യവുമില്ല എന്നാണ്. ഈ രോഗത്തിന് രക്തത്തിലെ പ്ലേറ്റ്ലേറ്റുകൾ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം തെറ്റായി നശിപ്പിക്കുന്ന എന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണെന്നാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഈ മക്കൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം നൽകി ഈ മകൻ ഇവിടെ വന്നിരിക്കുന്നത്. 3 വയസ്സിലുണ്ടായിരുന്ന ഇയർ ബ്ലീഡിങ് കാണിച്ചു തന്നില്ലായിരുന്നെങ്കിൽ രോഗം വഷളാവുമായിരുന്നു. പക്ഷെ അന്ന് ആ ഇയർ ബ്ലീഡിങ്ങിൽ കൂടിയാണ് പെട്ടെന്ന് രോഗാവസ്ഥ മനസ്സിലാക്കാൻ സാധിച്ചതും ട്രീറ്റ്മെൻറ്റ് ചെയ്തതും. അത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെയാണ് ഈ മകന് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചതെന്നുമാണ് മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴാണ് അവർക്ക് ഈ വലിയൊരു അനുഭവം നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചത്. പിന്നീട് ഹസ്ബൻഡിന് ജോലിക്ക് പോകാനായിട്ട്, അതായത് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, അത് റിസൈൻ ചെയ്ത് തിരിച്ചു വന്നു. അപ്പോൾ വേറൊരു ജോലിക്ക് പോകാനായിട്ട് 1 വർഷമായി 5 ലക്ഷത്തോളം രൂപ കൊടുത്ത് അത് കിട്ടുവാനായിട്ട് ശ്രമിച്ചിട്ട് യാതൊരു രക്ഷയുമില്ലായിരുന്നു. അങ്ങനെ ഈ മക്കൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. 1 വർഷത്തോളം ജോലിയില്ലാതെ വീട് കുടുംബവും മുന്നോട്ട് നയിക്കണം. പക്ഷേ അവിടെയും ഈശോയും അമ്മയും ഇടപെടുകയാണ്. ഇവർ ജപമാല കെട്ടി, അതും ജപമാല കെട്ടുന്ന ഒരു വരുമാനത്തിന് മാത്രമല്ല, പക്ഷെങ്കിൽ മുട്ടിൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഓരോ പ്രാർത്ഥനയും ഓരോ ജപമാല ചെല്ലുമ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജപമാല ചൊല്ലിയത്. അതിൻ്റെ ഫലമായിട്ടും മെഴുകുതിരിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 എന്ന അക്കം തെളിഞ്ഞു വരികയും ആ 2 എന്ന അക്കം തന്നെയാണ് ഡിസംബർ 2 എന്ന തീയതിയിൽ 1 വർഷത്തോളം കിട്ടാതിരുന്ന ആ 5 ലക്ഷത്തോളം രൂപ മുഴുവനായിട്ട് ഈശോയും അമ്മയും കൂടെ ഇവർക്ക് തിരികെ നൽകിയത്. അതൊരു ഫേക്ക് ഏജൻസി ആയിരുന്നു. പലർക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഫേക്ക് ഏജൻസിക്ക് എമൗണ്ട് കൊടുത്തിട്ട് ക്യാഷ് തിരികെ കിട്ടാതെ പോകുന്നു. പലർക്കും ഇപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷെങ്കിൽ ഈ ഉടമ്പടി മക്കൾ ഉടമ്പടിയിൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ എമൗണ്ട് ഫുള്ളായിട്ട് തിരിച്ചു കിട്ടാൻ സാധിച്ചു എന്നാണ് മക്കൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. നാം ഓരോ പ്രാർത്ഥനയിലും നിയോഗത്തിലും 1 വർഷം 2 വർഷം 30 വർഷം 20 വർഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടാതിരുന്ന കാര്യങ്ങളാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കിട്ടുവാൻ സാധിക്കുന്നതും. ഇതൊക്കെയാണ് കൃപാസനം അമ്മയുടെ അടുത്ത് വരുമ്പോഴുള്ള സാക്ഷ്യങ്ങൾ. കാരണം അമ്മയുടെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ്. നമ്മൾ എത്ര വർഷം പ്രാർത്ഥിച്ചിരുന്നെങ്കിലും ഈശോയുടെയും അമ്മയുടെയും കൃപയുണ്ടെങ്കിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കാര്യവും നടത്തി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഓരോ കാര്യങ്ങൾ നടത്തി തരാനായിട്ട് ഈശോയോട് പറയുന്നത്, കാനായിൽ വെച്ച് കാര്യം വന്നപ്പോൾ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയത്. അവരെ
അപമാനം വരുത്താതെ അവരെ ലജ്ജിക്കാതിരിക്കാനായിട്ട് അവരുടെ കുടുംബ പ്രശ്നമാണ് പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്ന്. അവിടെ ആ അമ്മ തന്നെയാണ് ഇന്ന് നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ മകളുടെ സമയ ചുരുക്കത്തിൽ ആ പൈസ മുഴുവൻ തിരിച്ചു കിട്ടുകയും പിന്നീട് മകന് ദുബായിക്ക് പോകാനായിട്ടുള്ള വിസയാണ്. പെട്ടെന്നാണ് വെയിൻ ബ്ലോക്കായി. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. പോകുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ച് തന്നെ ഒരു കൃപാസനത്തിൻ്റെ ഉടമ്പടി ലോക്കറ്റ്, അതായത് കാശുരൂപമാണ് അവർക്ക് കിട്ടിയത്. അവിടെയും അമ്മയെ പറയുകയാണ്, നിങ്ങളൊരു പക്ഷേ രോഗമായിരിക്കാം, ടിക്കറ്റ് ക്യാൻസൽ ആവാം, പക്ഷെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു അമ്മയുടെ സാന്നിധ്യമാണ് ആ ട്രെയിനിൽ വെച്ച് അവർക്ക് കൊടുത്തത്. അങ്ങനെ അവർ ആ ട്രീറ്റ്മെൻറ്റിന് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇപ്പോൾ ദുബായിക്ക് ജോലിക്ക് വേണ്ടി പോകുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. ഒരു പക്ഷേ ആ വെയിൻ ബ്ലോക്ക് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ കൂടുതൽ അസുഖം വന്നേനായിരുന്നു. പക്ഷെങ്കിൽ അതും ഈശോയുടെയും അമ്മയുടെയും ഒരു ഇടപെടലായിട്ടാണ് അത് സമയത്തിന് കാണിച്ചു തന്നതുകൊണ്ടാണ്. തന്നെയുമല്ല, കാണിച്ചു തന്നിട്ടും അമ്മ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ സാന്നിധ്യവും ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ മക്കളെ ട്രീറ്റ്മെൻറ്റിന് പോയത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മകന് തിരിച്ചു വരാനും ഈശോയുടെയും അമ്മയുടെയും ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് സാധിക്കുകയും ചെയ്തു. പലപ്പോഴും സംഗീതത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്, 119:71 പറയുന്നത്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചിട്ടകൾ അഭ്യസിച്ചുവല്ലോ എന്നാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിസ ബ്ലോക്കാവാം, ടിക്കറ്റ് ക്യാൻസൽ ആവാം, പക്ഷെങ്കിൽ നമ്മുടെ ദുരിതങ്ങളും ഒരുപക്ഷെ നമുക്ക് നല്ലതിനാവാം. ഇവരുടെ ജീവിതത്തിൽ അതുതന്നെയാണ് എല്ലാം നടത്തി തരുന്ന ദൈവം. ഉടമ്പടി മക്കളുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യമുള്ള മക്കളാണ് ഉടമ്പടി മക്കൾ. അവരുടെ ജീവിതത്തിൽ ഈശ്വരൻ അമ്മയുടെ സാന്നിധ്യമുള്ളപ്പോൾ എന്ത് വന്നാലും ധൈര്യത്തോടെ ഭയമില്ലാതെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. കാരണം കൃപാസനം അമ്മയാണ് നമ്മെ ഈശോയിലേക്ക് കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. തന്നെയുമല്ല, ഈ രോഗാവസ്ഥ കണ്ടുപിടിക്കുകയും ക്ലിയറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ജപമാലയിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിശ്വാസ ജീവിതത്തിലൂടെയും ഈ മക്കൾക്ക് ജോലിയില്ലാത്ത സമയത്ത് പോലും ഈശോയും അമ്മയും സംരക്ഷണം നൽകി ഇവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചു. ഇന്ന് നല്ലൊരു ജോലി നൽകി മകൻ ദുബായിലേക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൂടെയുള്ളത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമാക്കും. നമ്മുടെ ജീവിതവും സുഗമമാക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് കാലിടറുകയില്ല എന്നാണ് ഉടമ്പടിയിൽ വിശ്വസ്തയുടെ ആത്മാർത്ഥതയുടെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ കാലിടറുവാൻ അമ്മ അനുവദിക്കില്ല. കൃപാസനം അമ്മ നമ്മുടെ കൂടെയുണ്ട്. ആ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാനും ആ അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ആ നീരുറവയൊഴുകുന്ന ഈശോയിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മേരി ദീപ്തിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് ഈ മകനും ഉടമ്പടി എടുത്തിട്ടാണ് ദുബായിലേക്ക് പോകുന്നത്. കുടുംബം മുഴുവനും പ്രാർത്ഥനയിലാണ്, ഉടമ്പടി ജീവിതത്തിലാണ്. നമുക്ക് പൂർണ്ണ സംരക്ഷണമുണ്ട്. മേരി ദീപ്തിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ. എൻ്റെ അമ്മ മാതാവ് ഈ അൾത്താരയുടെ മുമ്പിൽ സാക്ഷ്യം പറയുവാൻ എന്നെ കൊണ്ട് നിർത്തിയതിന് ആദ്യമേ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിനി, ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നു. എൻ്റെ മകളുടെ ഒരു വലിയ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ 2023 ഉടമ്പടി എടുത്തത്. അതിലേറ്റവും വലിയൊരു ഭാഗ്യം എനിക്ക് ഇപ്പോൾ ഉടനെ തന്നെ കിട്ടി. എൻ്റെ മകൾ BSc നേഴ്സിംഗ് പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. അവൾക്ക് വിദേശത്ത് ജോലിക്ക് പോകാനായിട്ട് ഒരുപാട് നാളുകളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നതാണ്. അത് സാധിച്ചതിൻ്റെ നന്ദി പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ മകളെ കൊണ്ട് പറയിപ്പിക്കാം. എൻ്റെ പേര് അശ്വിനി എന്നാണ്. ഞാൻ കോതമംഗലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2022 BSc നഴ്സിംഗ് കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്നത്. അന്ന് 2022 മുതൽ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. പഠിച്ച ഉടനെ തന്നെ OET പരീക്ഷ എഴുതി. അന്ന് ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് എൻ്റെ ആൻറ്റി പറഞ്ഞിട്ടാണ്. ആൻറ്റി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ നന്നായിട്ട് തന്നെ എല്ലാം ചെയ്യുവാനും കാരുണ്യ പ്രവർത്തികളും ഒക്കെ ഞാൻ ചെയ്തു പോന്നിരുന്നു 2022. പിന്നീട് ജോലി കിട്ടി. 2022 എടുത്തതിന് ശേഷം ജോലി കിട്ടിക്കഴിഞ്ഞ് പിന്നെ എനിക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം അമ്മയാണ് കറൻ്റ് ഉടമ്പടിയിലുള്ളത്. പക്ഷെ അന്ന് എനിക്ക് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ഞാൻ OET എഴുതി. എൻ്റെ ഉടമ്പടിയിലായിരുന്നപ്പോൾ തന്നെ എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയിരുന്നു. പക്ഷെ അന്ന് എനിക്ക്
എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ എങ്ങനെയാണ് പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. UK സ്കോറിന് വേണ്ടിയായിരുന്നു പരീക്ഷ എഴുതിയത്, പക്ഷേ UK സ്കോർ കിട്ടിയില്ല. ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ UK റിക്രൂട്ട്മെൻറ്റുകളൊക്കെ നിർത്തുകയും അയർലൻഡിലോട്ടും ഒന്നും പോകാനുള്ള റിക്രൂട്ട്മെൻറ്റുകളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. പിന്നെ 2 വട്ടം ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ജോലി പഠിച്ചിറങ്ങിയതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ഹൈദരാബാദിലോട്ട് പോയി. അപ്പോഴും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ഈ പരീക്ഷ എഴുതുന്ന സമയത്തെല്ലാം ഞാൻ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മയുടെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയായിരുന്നു. എനിക്ക് ആദ്യത്തെ പരീക്ഷ തന്നെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. പക്ഷേ എനിക്ക് അത് പ്രോസസ്സ് ചെയ്ത് പോകാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ഉടമ്പടിയിൽ വെച്ചതുപോലെ എനിക്ക് സ്കോർ അമ്മ തന്നിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു. അപ്പോഴും ഉടമ്പടി ഉപ്പ് കൊണ്ടുപോകുമായിരുന്നു. പരീക്ഷയ്ക്ക് പോകുമ്പോഴും തൈലമൊക്കെ തേച്ചിട്ടാണ് പോകുന്നത്. അന്ന് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തിരികളിൽ ഒരുപാട് രൂപങ്ങളും മാതാവിൻ്റെ രൂപങ്ങളും ഹൃദയം പോലെയുള്ള രൂപങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നീട് എനിക്ക് തോന്നി ഈ ജോലി പിന്നെ വിദേശത്തേക്ക് പോകാൻ സാധിക്കില്ലേ എന്നൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം റിക്രൂട്ട്മെൻറ്റുകളൊക്കെ നിന്നു, പുറത്തോട്ടുള്ള ഇൻ്റർവ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ എൻ്റെ OET സ്കോറ് ഞാൻ ഹൈദരാബാദിലോട്ട് ജോലിക്ക് പോയി. പിന്നെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, പക്ഷെ ഉടമ്പടി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും UK സ്കോറിന് വേണ്ടി ഒന്നുകൂടെ OET എഴുതി. പക്ഷെ എനിക്ക് UK സ്കോർ കിട്ടിയില്ല. പിന്നീട് ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തില്ല. എനിക്കിനി 1 വർഷത്തെ എക്സ്പീരിയൻസ് എടുത്തിട്ട് പിന്നീട് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. 1 വർഷം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് എടുത്ത് വീട്ടിൽ വന്ന് ഞാൻ പഠിച്ചു. തന്നെ ഇരുന്നാണ് പഠിച്ചത്. പിന്നെ കോച്ചിങ്ങിനൊന്നും പോയില്ല. പഠിച്ച് എനിക്ക് അമ്മ ഫുൾ B സ്കോർ തന്നു. അപ്പോഴും ഈ റിക്രൂട്ട്മെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് പോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. ഞാൻ പല സ്ഥലങ്ങളിലേക്കും കൊടുത്തു നോക്കി. മാൾട്ട ഇതെല്ലാം കൊടുക്കാനായിട്ടൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ ഓരോരോ തടസ്സങ്ങൾ വരികയായിരുന്നു. അപ്പോഴും അയർലൻഡ് എന്ന് പറയുന്നൊരു രാജ്യം എനിക്ക് എൻ്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. കാര്യം അയർലൻഡ് എന്ന രാജ്യത്തേക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട് പോകുവാനെന്ന് നേരത്തെയും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പൈസയും വേണമെന്നുണ്ടായിരുന്നു. നമുക്ക് അത്രയൊരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടും അയർലൻഡ് എന്നൊരു രാജ്യം എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ സ്വപ്നം കണ്ടിരുന്നില്ല. ഞാൻ പിന്നീട് വീണ്ടും ജോലിക്ക് കയറി. അപ്പോൾ ഈ സ്കോർ തീരുവാണല്ലോ എന്നുള്ള അതായത് OET എഴുതിയതിൻ്റെ സ്കോർ തീരുവാണല്ലോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ട്. അപ്പോൾ എങ്ങോട്ടെങ്കിലും പ്രോസസ്സിങ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടും എനിക്ക് അപ്പോൾ മനസ്സിൽ തോന്നി അയർലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് തന്നെ പോവാം. ആദ്യം എനിക്ക് അമ്മ മാതാവ് അയർലൻഡ് സ്കോർ തന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു, ചിലപ്പോൾ നിനക്ക് മാതാവ് അയർലൻഡിൽ പോവാൻ, ഞാൻ UK സ്കോറിന് വേണ്ടിയായിരുന്നല്ലോ എഴുതിയത്, അപ്പം ചിലപ്പോൾ നിനക്ക് മാതാവ് അയർലൻഡിൽ പോകാനാണെങ്കിലോ വിധിച്ചിരിക്കുന്നത്. അന്ന് അമ്മ തമാശയ്ക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അന്നൊന്നും നമ്മളൊന്നും അതിനെപ്പറ്റി വിചാരിച്ചില്ല, ചെയ്തില്ല. പക്ഷേ ഇങ്ങ് 2026 ആയപ്പോൾ ഞാൻ അയർലൻഡിന് പ്രോസസ്സ് ചെയ്തു. ഈ പ്രോസസ്സിങ് സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടിയിലല്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നെല്ലാം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ അച്ഛൻ്റെ ധ്യാനം ആ സമയത്ത് കൂടുമ്പം അതിൽ അച്ഛൻ പറയുന്നായിരുന്നു, അമ്മ മാതാവിൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട അൽത്താരയിൽ കയറി നിന്ന് അമ്മയെ മഹത്വപ്പെടുത്താനുള്ള അനുഗ്രഹം എനിക്ക് തരണേ എന്ന്. എനിക്കറിയില്ല, ഞാൻ ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വാക്ക് കാണാതെ പഠിച്ച പോലെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിട്ടാണോ, എൻ്റെ ആഗ്രഹമായിരുന്നു ഇവിടെ കയറി നിന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ ഞാൻ അത് ഇന്നും പ്രാർത്ഥിച്ചു പോകുന്നു. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു വചനമായിരുന്നു, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക, എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അതും ഞാൻ ഇപ്പോഴും എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ ഇവിടെ വന്ന് നിന്നപ്പോഴും ഈ സാക്ഷ്യം പറയാനുള്ള ഒരു ടെൻഷനും എല്ലാം കണ്ടും ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു ഇതാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും എന്നും ഉടമ്പടി പ്രാർത്ഥിക്കും. എനിക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ അമ്മയാണ് ഉടമ്പടിയിലുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റുകളൊന്നുമില്ല, കംപ്ലീറ്റ്ലി എല്ലാം വളരെ വിരളമായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടുന്നതും. അതും ഒരു 500 പേരോളം പങ്കെടുത്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട്. എനിക്കൊരു അവസരം കിട്ടി. അപ്പം ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴെല്ലാം ഞാൻ എൻ്റെ കാശുരൂപം എൻ്റെ മാലയിലുണ്ട്. അതുപോലെ തന്നെ കാശുരൂപവും അമ്മയുടെ കൊന്തയും അന്ന് മുതലേ ഞാൻ ഉപയോഗിക്കുന്ന കൊന്തയും ഞാൻ കൈ പിടിച്ചുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇൻ്റർവ്യൂവിന് കയറിയത്. എനിക്ക്
മുന്നേ കയറിയവരൊക്കെ എൻ്റെ കയ്യിലുള്ള കൊന്ത വാങ്ങിയാണ് അമ്മ ഇൻ്റർവ്യൂവിന് കയറി. അവർക്ക് എല്ലാവർക്കും കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാൻ ധൈര്യമായിട്ടിരുന്ന ഇൻ്റർവ്യൂ ആദ്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ധൈര്യമായിട്ട് എനിക്ക് സന്തോഷത്തോടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഒരു ടെൻഷനും ഉണ്ടായില്ല. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായിട്ട് ചിലർ ഈ വർഷങ്ങളായിട്ട് ഇവർ ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. പക്ഷേ ഇവർ പറയുന്നത് എല്ലാവരെയും ഒന്നും ഇവർ എടുക്കില്ല, വളരെ കുറച്ച് പേരെ എടുക്കുകയുള്ളൂ എന്നാണ്. എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസമില്ല. എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇനി പോകാൻ സാധിക്കില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ ജനുവരിയിലാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ പ്രോസസ്സിങ്ങും പെട്ടെന്നായിരുന്നു. ഈ കഴിഞ്ഞ മാസത്തോടുകൂടി എൻ്റെ പ്രോസസ്സിങ്ങുകളെല്ലാം കഴിഞ്ഞു. ഈ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് എല്ലാ പ്രോസസ്സും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിലെന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് എൻ്റെ പ്രോസസ്സിങ്ങിലൊക്കെ. അതൊക്കെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. എനിക്കൊന്നും ചെയ്യാൻ അങ്ങനെ അധികം അറിയില്ല, തന്നെ ചെയ്യുവാനും ഒന്നും എനിക്ക് പ്രത്യേകമായി അറിയില്ലായിരുന്നു. അങ്ങനെ എല്ലാ പ്രോസസ്സിങ്ങും എനിക്ക് ഒരു മുടക്കവും കൂടാതെ ചെയ്ത് തീർക്കുവാനും കഴിഞ്ഞ മാസത്തോടുകൂടി ഞാൻ വിസയ്ക്ക് വെച്ചു. എനിക്ക് ഈ മിനിഞ്ഞാന്ന് എനിക്ക് വിസ വന്നു. ഞാൻ ഇന്നലെ ടിക്കറ്റ് എടുത്തു. മെയ് 30 ഞാൻ അയർലൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അത് കഴിഞ്ഞിട്ട് അമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടി എടുക്കുന്നുണ്ട്. അമ്മയുടെ 7ാമത്തെ ഉടമ്പടിയാണിത്. അപ്പം അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, പണ്ട് മുതലേ ഉള്ള ആഗ്രഹം, ഉടമ്പടിയിലുള്ളൊരു നിയോഗമായിരുന്നു എനിക്കിങ്ങനെ പോകാൻ സാധിക്കണം, പുറത്ത് പോകണം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അമ്മയുടെ ഉടമ്പടിയിലുള്ളൊരു നിയോഗം സാധ്യമായതുകൂടിയാണിത്. പിന്നെ അതുപോലെ തന്നെ അമ്മയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ മെയ് 30 പോകുന്നത് അയർലൻഡിലോട്ട്. അപ്പം ഈ ഒരുപാട് നാളത്തെ ഞാൻ നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് അമ്മ നടത്തി തന്നിരിക്കുന്നത്. ഞാൻ ടിക്കറ്റും വിസയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നേരത്തെയും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ പാസ്പോർട്ട് വെച്ചിട്ട് ഇങ്ങനെ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് എന്നായിരിക്കും ഇതിലൊരു വിസ അടിച്ച് വരിക. പക്ഷെ അന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ അങ്ങ് പ്രാർത്ഥിച്ച് പോകുമായിരുന്നു. ഇപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കയ്യിൽ വിസയുണ്ട്, എൻ്റെ പാസ്പോർട്ടിൽ വിസയുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അമ്മയോട് ഒരുപാട് നന്ദിയുണ്ട്. എന്നും ഞാൻ ഞാൻ അറിയാതെയാണോ എന്നും കാണാതെ പഠിച്ച പോലെ പ്രാർത്ഥിച്ച അമ്മയുടെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, അല്ലെങ്കിൽ അമ്മയെ മഹത്വപ്പെടുത്തണം എന്നുള്ളൊരു വാക്ക് അത് സാഫല്യമായതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. എനിക്ക് അമ്മയ്ക്കും യേശുവിനും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനിയും അങ്ങോട്ടും എപ്പോഴും പ്രാർത്ഥനയും ഈ നന്ദിയിലുമായിരിക്കും ഞങ്ങളെപ്പോഴും ജീവിക്കുക. ബാക്കി എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ചെറുതും വലുതുമായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി അമ്മയ്ക്ക് കിട്ടിയ അനുഗ്രഹം അമ്മ പറയും. എൻ്റെ മകളുടെ ഈ പാസ്പോർട്ടും വിസയായിട്ട് ടിക്കറ്റുമായിട്ട് ഞാനിവിടെ വന്ന് നിന്ന് എൻ്റെ അമ്മ എന്നെ മഹത്വപ്പെടുത്തുന്നത് എനിക്ക് വളരെ വളരെ ഉള്ള സ്വപ്നമായിരുന്നു. അതാണിപ്പോൾ എൻ്റെ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് കാരുണ്യപ്രവൃത്തിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ മകളും ഉടമ്പടി എടുത്തിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. അമ്മമാരെ ശുശ്രൂഷിക്കാനും അമ്മമാരെ കുളിപ്പിക്കാനും എല്ലാം പോകുമായിരുന്നു. പിന്നെ അനാഥാലയത്തിൽ പോയി ഫുഡ് കൊടുക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പൈസയായിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വഴിയിലിരിക്കുന്ന ഭിക്ഷ എടുക്കുന്ന അവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ കൊടുക്കാറുണ്ട്. ഉപവാസം എല്ലാം എടുക്കാറുണ്ട്. കൃത്യമായിട്ട് ഒരെണ്ണം പോലും വിടാതെ അച്ഛൻ്റെ ധ്യാനം എല്ലാം കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ കേൾക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ കേട്ട് തീർക്കും. അതുപോലെ വെളുപ്പിനുള്ള പ്രാർത്ഥനകളെല്ലാം ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മയ്ക്ക് 80 വയസ്സായ ഒരു അമ്മയാണ്. അതിനൊട്ടും നടക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ കാലയിലൊരു വ്രണം, കുറേ നാളായിട്ട്, ഒരു 3-4 മാസമായിട്ടുള്ള വ്രണമാണ്. അതെന്തോ കടിച്ചാണ്, വിഷം തീണ്ടിയതാണെന്ന് പറഞ്ഞ് അതിന് ഒരുപാട് ചികിത്സകളൊക്കെ അവർ നടത്തിയതാണ്. ലാസ്റ്റ് മക്കളൊക്കെ മടുത്തു. അതിങ്ങനെ വ്രണമായിട്ട് കാലിങ്ങനെ മന്ദമായിട്ട് ഇരിക്കുമായിരുന്നു, മന്ത് പോലെ വീർത്ത് വ്രണമായിട്ടിരിക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ അമ്മയുടെ ഉപ്പും എൻ്റെ അമ്മയുടെ തൈലവും കൊണ്ട് ഞാൻ കൊണ്ടുപോയി ആ അമ്മയുടെ കാലിൽ ആ വ്രണത്തിൽ ഞാൻ തൈലം പറ്റി പ്രാർത്ഥിച്ച്, കൈ വെച്ച് പ്രാർത്ഥിച്ച്, കണ്ണീരൊഴുക്കി ഞാൻ പ്രാർത്ഥിച്ചു. അത് ഒരു 2-3 ദിവസം തേച്ചപ്പോഴത്തേക്കും വാടിത്തുടങ്ങി. ഒരാഴ്ച തേച്ചപ്പോഴത്തേക്കും ആ വ്രണം എവിടെയാണെന്ന് പോലും കാണാതെ അത് മാഞ്ഞു പോയി. അവർക്കെല്ലാം ഭയങ്കര വിശ്വാസമായി. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. സമയമില്ലാത്തതിനാൽ ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല. എൻ്റെ അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ സന്തോഷവും സമാധാനവും എന്താണെന്ന് അറിയത്തുള്ളൂ. എൻ്റെ കുടുംബത്തിലും സന്തോഷവും സമാധാനവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം അറിയത് എൻ്റെ അമ്മ മാത്രമാണ്. എൻ്റെ അമ്മയുടെ ഒരു കരുതൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത്. എൻ്റെ മകൾ പോകാനായിട്ട്
ഒരുപാട് ഈ അയർലൻഡ് സ്കോർ ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. സ്വപ്നത്തിൽ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. സാമ്പത്തികമായിട്ട് അത്രയ്ക്കൊന്നുമുള്ള ഇതൊന്നുമല്ല ഞങ്ങൾക്ക്. പക്ഷേ എൻ്റെ പിള്ളയ്ക്ക് പോകാനായിട്ടുള്ള ഈ ഒരു അവസരം ഇപ്പോൾ അമ്മ ഉണ്ടാക്കി തന്നെ എങ്ങനെയാണെന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല. പൈസയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സമയത്തിന് കറക്റ്റ് സമയത്ത് ഞങ്ങൾ ചിന്തിക്കാത്ത സമയത്ത് എല്ലാം ശരിയാക്കി തന്നു എൻ്റെ അമ്മ. ഈ മാസം 30-ാം തീയതി എൻ്റെ മോള് പോവുകയാണ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി. ഇനിയും ഈ ഉടമ്പടിയിൽ എൻ്റെ ജീവിതാവസാനം വരെ പോകാനാണ് എൻ്റെ ആഗ്രഹം. നന്ദി. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനമാണ്. സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ക്രിസ്തു ഇന്ന് എങ്ങനെ മഹത്വീകരിക്കപ്പെടുന്നു? അതിന് പ്രത്യേകമായിട്ടുള്ള തസ്തികകളോ വ്യക്തികളോ ഒന്നുമില്ല. എല്ലാവർക്കും ഈശോ കർത്താവാണ്, ദൈവമാണ്. അതുകൊണ്ടാണ് അശ്വിനി, അതായത് ഈ മകള് ഇവിടെ പറഞ്ഞു, റോമ 10:9 തിരുവചനങ്ങൾ, ആകയാൽ യേശു കർത്താവാണ് എന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ രക്ഷയെ അറിഞ്ഞ മക്കള് ഇന്ന് ഒത്തിരി പേരാണ് കൃപാസനത്തിൽ. കൃപാസനം ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടോ തുറന്നു ഇട്ടിരിക്കുന്നതല്ല. ഇത് വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ, ആ രക്ഷ ഇവിടെ എല്ലാവരും വന്ന് പ്രാപിക്കണം. അതൊന്നു മാത്രമാണ് കൃപാസനത്തിൽ നടക്കുന്നത്. അതാണ് ഇന്ന് സിനിയും മകളും ഇവിടെ വന്നതെന്ന് പറയുക. ഈ അയർലൻഡ് സ്കോർ അതിനു മുമ്പ് എത്രയോ രാജ്യങ്ങളിലൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചു. ഒരു ഇൻ്റർവ്യൂ ആകട്ടെ ഒന്നും വരുന്നില്ല. പിന്നീട് ആദ്യമേ അയർലൻഡ് സ്കോർ കിട്ടിയതാണ് അശ്വിനിക്ക്. എന്നാൽ അന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല. പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെ പോകണം, മുമ്പോട്ട് പോകണം ഒന്നും അറിയില്ലാതെ അന്ന് അതിനൊന്നും അവർ മുമ്പോട്ട് ഇറങ്ങിയില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും അവർക്ക് അതേ ആ ഒരു അയർലൻഡ് സ്കോർ തന്നെ ആ മകൾക്ക് ലഭിച്ചു. അതിലൂടെ ഇന്ന് തൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ആദ്യമായിട്ട് ആ മകള് വിദേശത്തേക്ക് പോവുകയാണ്. ഈ മകളാണ് ആ കുടുംബത്തിൻ്റെ അതായത് ആ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ. ഇങ്ങനെയാണ് ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾ ഒരു കരയ്ക്കെത്തണം എന്നുള്ള ഒരു ചിന്തയില്ലാത്ത മാതാപിതാക്കൾ ആരും ഉണ്ടാകില്ല. അപ്പോഴതിന് അശ്വിനി കൂടെ ചേർന്നു എന്നുള്ളതാണ്. അശ്വിനി 2022 ഉടമ്പടി എടുത്ത മകളാണ്, 2 പ്രാവശ്യം പുതുക്കിയ മകളാണ്. അന്ന് മുതൽ എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുകൊണ്ടിരുന്നു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ, അതായത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ മഹത്വപ്പെടുത്തണമേ എന്ന്. അത് ആ മകളുടെ വാക്കുകളിൽ പറഞ്ഞതാണ്. ആ മകൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതൊന്നേ ഉള്ളൂ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. ഈ ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി ധ്യാനങ്ങളിലൂടെയൊക്കെ നമ്മോട് പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും മാറ്റണമേ, എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ. ഈ ഒരു പ്രാർത്ഥന ആ മകൾക്കുണ്ടായിരുന്നു. അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടൊപ്പം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുക. താനിപ്പോൾ ലിറ്ററലി ഉടമ്പടിയിൽ ഇല്ലെങ്കിലും അമ്മയോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് തൻ്റെ ജീവശ്വാസം പോലെ ഈ മകള് കൊണ്ടു നടക്കുന്നു. അങ്ങനെ തനിക്ക് ഇന്ന് 500 പേരോളം ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂവിൽ വളരെ കുറച്ച് പേരെ മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ. അതിലൊരു വ്യക്തി താനാണ്. അത് തൻ്റെ കഴിവ് കൊണ്ടല്ല, ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ധൈര്യം കിട്ടി. അമ്മയുടെ സഹായത്താൽ ഈശോ തൻ്റെ കുടുംബത്തെ കടാക്ഷിച്ചു, അനുഗ്രഹിച്ചു. ആ ഒരു കൃപയാണെന്ന് ഇവിടെ വന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ താൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് എങ്ങനെയാണ് ഒരു പ്രായമായ അമ്മയ്ക്ക് ഒത്തിരി വയസ്സുള്ളത് കൊണ്ടാണ് കൊണ്ടുവരാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ 3-4 മാസമായിട്ടുള്ള ഒരു വ്രണം ആണ്. ഒത്തിരിയേറെ ചികിത്സകൾ നടത്തി, എന്നാൽ അതൊന്നും ഫലിച്ചില്ല. അവസാനം ഈ ചികിത്സയെ ഇനി എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അവരിയ്ക്കുമ്പോൾ ഉടമ്പടിയുടെ മക്കൾ ഓടി നടക്കുകയാണ്, തീ പിടിച്ച ആത്മാവ് പോലെ.
ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എവിടെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഏറ്റവും ഫലവത്താകുക? സിനിയും ഓടി നടന്നു. സിനി ഈശോയെ അറിഞ്ഞപ്പോൾ മുതൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവനും ജീവിതവും സമർപ്പിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു നടക്കുന്ന മകളാണ്. അങ്ങനെ ആ അമ്മയുടെ മുറിവിൽ ഈ മകള് തൈലം പൂശി പ്രാർത്ഥിക്കുന്നു. ഞാൻ രോഗിയായിരുന്നു, ഈശോ അതാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ആ രോഗിയെ പോയി കാണണമെന്നല്ല, ഞാനാണ് രോഗി. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇതാണ് ഈശോ പറയുക. അതാണ് കാരുണ്യ പ്രവർത്തികൾ. അവൻ പറയുന്നത് പോലെ ചെയ്യുക, അവൻ പറയുന്നത് പോലെ ചൊല്ലുകയല്ല. അതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകത. അങ്ങനെ താൻ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൻ്റെ ആരുമല്ല. പക്ഷേ ആ വേദന തൻ്റെ വേദനയായി മാറുന്നത് എപ്പോഴാണ്? ഉടമ്പടിയിലൂടെ ഓരോ മക്കളും ഈശോയെ മറ്റുള്ളവരിൽ കാണുമ്പോഴാണ് അത് ചെയ്യാൻ കഴിയുക. അല്ലാതെ ഒരു അത്ഭുതവും ഇവിടെ നടക്കുന്നില്ല. ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത മക്കൾ അവരുടെ ജീവിതത്തെ മാറ്റുകയാണ്. അവർ മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുകയാണ്. ആ ക്രിസ്തുവിനെ കാണുമ്പോൾ അവർക്ക് പലതും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവരപ്പോൾ ഉടമ്പടിയുടേതായ ഒരു വിശ്വസ്തമായ ഒരു ജീവിതം തുടങ്ങും, തുടരും, അത് മരണം വരെ. അതാണ് സിനിയും ഇവിടെ പറഞ്ഞത്. ഞാൻ ഇനി ഇതിൽ നിന്ന് പുറകോട്ടില്ല, എൻ്റെ മരണം വരെയും ഞാൻ ഈ ജീവിതത്തിൽ മുമ്പോട്ട് പോകും. അപ്പോൾ തങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും മെച്ചമായതാണ്. അത് ഒരിക്കലും തരാൻ ഈ ലോകത്തിൽ ആരുമില്ലായിരുന്നു. എൻ്റെ മകൾക്കും ഈ അനുഗ്രഹം കിട്ടുമ്പോൾ അതിനു വേണ്ടിയിട്ട് ആരും ഞങ്ങൾക്കൊരു സപ്പോർട്ടിനില്ലായിരുന്നു. എങ്ങനെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാറ്റിലും അമ്മയുടെ ഒരു കരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മക്കൾ ഈ സാക്ഷ്യം പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കും. നമുക്കും ഇതേപോലെ വന്ന് നമ്മുടെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കാം. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായി എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയ, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സോഫി, ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ നേരത്തെ 4 വട്ടം സാക്ഷ്യം പറഞ്ഞതാണ്. ഞാനൊരു ജാക്കബൈറ്റ് വിശ്വാസിയാണ്. ഇതെൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ മൂത്ത കുഞ്ഞ്, ഇതെൻ്റെ രണ്ടാമത്തെ കുഞ്ഞ്. ഞാൻ നേരത്തെ 4 വട്ടം സാക്ഷ്യം പറഞ്ഞതാണ്. ഞങ്ങൾ അയർലൻഡിൽ നിന്നാണ് വരുന്നത്. അപ്പം അങ്ങോട്ട് പോകാനുള്ള വിസയുടെ ആവശ്യങ്ങൾക്കും അതുപോലെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പാൽപിറ്റേഷൻ്റെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിൽ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയതിനൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് സാക്ഷ്യം 4 തവണ ഇവിടെ പറഞ്ഞതാണ്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. മൂത്ത കുഞ്ഞ് എപ്പോഴും ഒരു കൂട്ട് വേണമെന്ന് പറഞ്ഞ് എപ്പോഴും ഒരു കരച്ചിലും ഈശോയോട് എപ്പോഴും പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് പ്രഗ്നൻസി ഫസ്റ്റ് ഡെലിവറിയെ തുടർന്ന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം 2-3 സർജറികൾ ഒരുമിച്ച് ചെയ്യേണ്ടി വന്നു. അപ്പം അതിനെ തുടർന്നുണ്ടായ കോംപ്ലിക്കേഷൻസും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ കാരണം എനിക്ക് രണ്ടാമതൊരു പ്രഗ്നൻസി സാധ്യമാകുമോ എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ വർഷം മെയ് 15-ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി മാതാവിനോട് നിയോഗം വെച്ചു, എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ ഒരു കോംപ്ലിക്കേഷൻസും കൂടാതെ ആരോഗ്യത്തോടെ ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, ബ്ലെസ്സിങ് സ്വീകരിച്ചു. കുടുംബമായിട്ട് ഞങ്ങൾ വന്ന് ബ്ലെസ്സിങ് സ്വീകരിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു പോയി. ആ സമയത്ത് തന്നെ എനിക്ക് എൻ്റെ അമ്മയെ മദർലോയെ കൂടെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു ഞങ്ങളുടെ ഒപ്പം തന്നെ കൊണ്ടുപോകാനായിട്ടൊരു പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയും അങ്ങനെ അമ്മയെ കൂടെ കൊണ്ടുപോയി. അത് അവിടെ ചെന്ന് ഞങ്ങൾ നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അത് അമ്മ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധ്യമായതെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ അതനുസരിച്ച് എല്ലാ മറ്റുള്ള സൈഡുകളിൽ നിന്നും, അതായത് എനിക്ക് ആർത്രൈറ്റിസ് ജോയിൻറ്റ് പെയിൻറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ റുമറ്റോളജിയുടെ സൈഡിൽ നിന്നും അതുപോലെ ഹാർട്ട് റേറ്റിൻ്റെ ഇഷ്യൂസ് മാറി. എങ്കിൽ പോലും ഗൈനക്കോളജിസ്റ്റ് അവരുടെ എല്ലാ സൈഡിൽ നിന്നും കൺസെൻറ്റ് വാങ്ങിച്ച് അവരെല്ലാം ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും. അങ്ങനെ അയർലൻഡിൽ ചെന്ന് അവിടെ വെച്ച് ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ഫസ്റ്റ് 3 months നമുക്കറിയാമല്ലോ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു 3 months ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം സമയത്തും അമ്മ ഞങ്ങൾ മദറിനോ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനവിടെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണെങ്കിലും ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പ്രഗ്നൻസിയുടെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്യുവാനും കുടുംബത്തെ നോക്കുവാനും
ഒക്കെ ആയിട്ട് മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. അത് കഴിഞ്ഞ് 4th മന്ത് ആയപ്പോഴത്തേക്ക് അമ്മ നാട്ടിലേക്ക് വരികയും ഞാനൊരു 5th മന്ത് കഴിയുമ്പോഴത്തേക്ക് നാട്ടിൽ പോരാമെന്ന്, നാട്ടിൽ ഡെലിവറി ചെയ്യാമെന്നും തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ, അതായത് ഒരു 3-4 ഡേയ്സ് മുന്നേ എനിക്കൊരു പെട്ടെന്നൊരു പനി വരികയും, അതായത് അവിടുത്തെ നമ്മൾ ഫ്ലൂ വരികയും അതിനെ തുടർന്ന് പനിയുടേതായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, വിറയൽ അങ്ങനെയൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാനൊരു മരുന്ന് കഴിക്കുകയും അതെനിക്ക് പെട്ടെന്ന് അലർജിക് റിയാക്ഷൻ ആവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ തന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ ആദ്യം എൻ്റെ കയ്യിലെടുത്തത്, ഹസ്ബൻഡിനോട് പറഞ്ഞത് എൻ്റെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലെടുക്കാനായിരുന്നു. മാതാവിൻ്റെ കാശുരൂപം എടുത്തു. അവിടെ ചെന്നു. എമർജൻസി ചെന്നപ്പോൾ തന്നെ എല്ലാ ഡോക്ടേഴ്സും, നമുക്കറിയാം അവിടുത്തെ വിദേശത്തുള്ള ഡോക്ടേഴ്സ് ആകുമ്പോൾ എല്ലാവരും ഒരേപോലെ ആകണമെന്നില്ല, പക്ഷേ എനിക്ക് കിട്ടിയത് മുഴുവനും മലയാളി ഡോക്ടേഴ്സും മലയാളി നഴ്സുമാരുമായിരുന്നു എന്നെ കെയർ ചെയ്യാൻ കിട്ടിയത്. അവരുടെ എല്ലാം പ്രവർത്തനം കൊണ്ട് ഒട്ടേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്തു. എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഫ്ലൂ ആയതുകൊണ്ട് അവരവിടെ ഐസൊലേറ്റ് ചെയ്തു. ഹസ്ബൻഡും കുഞ്ഞും വീട്ടിലായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിലും. ആ സമയത്തെല്ലാം മാതാവിൻ്റെ ഒത്തിരി സംരക്ഷണം എനിക്ക് ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വരികയും ആ സമയത്ത് ടിക്കറ്റ് എടുത്തെങ്കിലും നാട്ടിൽ വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് 1 വീക്കിന് ശേഷം നാട്ടിൽ വരാനായിട്ട് ടിക്കറ്റ് എടുത്തു. നാട്ടിൽ വരാനിരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം മോന് പനി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ അവനും പനി നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കയറി പോരുകയായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെയും കഴുത്തിൽ ഞങ്ങൾ മാതാവിൻ്റെ ലോക്കറ്റ് എപ്പോഴും മാലയിൽ കൊന്തയിലുമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പം മോൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അവൻ്റെ കഴുത്തിൽ ഞാൻ നൂലിട്ട് കെട്ടി കൊടുത്തു. ഞങ്ങൾ അവിടുന്ന് നാട്ടിൽ എത്തുന്നതും വരെയും ഇവന് കണ്ടിന്യൂസ് ഫീവറായിരുന്നു. നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ടെമ്പറേച്ചർ കൂടിയിട്ട് കുഞ്ഞ് നോർമൽ അല്ലാത്ത പോലെയൊക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പം ഞാനൊരു 8 ഡോസോളം പാരസെറ്റമോൾ അവിടെ തൊട്ട് ഇവിടെ വരെയും കൊടുത്തിട്ടാണ് കുഞ്ഞിനെ നാട്ടിലെത്തിക്കുന്നത്. ആ സമയം വരെയും മാതാവിൻ്റെ പൂർണ്ണമായ സംരക്ഷണത്തിലാണ് അവനുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ഫീവർ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫിക്സ് വരും. അപ്പോൾ അതിൻ്റേതായൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുത്താതെ കഴിഞ്ഞിട്ട് AC ആയിരുന്നിട്ട് പോലും അതിൽ ആ സമയത്ത് പോലും ഇവനെ ഞാൻ അവിടെ ടപ്പറ്റ് സ്പഞ്ച് കൊടുത്താണ് നാട്ടിൽ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നാട്ടിൽ വന്നു കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ലഗേജ് വെച്ചിട്ട് നേരെ തന്നെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അപ്പം കംപ്ലീറ്റ് ആ ഒരു ട്രാവലിംഗ് ടൈം മുഴുവനും മാതാവിൻ്റെ ഫുൾ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഇവനെ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു, ഡോക്ടറെ കണ്ടു. ഇവന് ഓക്കെ ആയി. അത് കഴിഞ്ഞ് ഓക്കെ ആയി. ഞാൻ പ്രഗ്നൻസിയുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഡോക്ടറെ കണ്ടു. അപ്പം സ്കാൻ ചെയ്തു. 7 മന്തിൻ്റെ സ്കാൻ ചെയ്തപ്പം കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി കഴുത്തിൽ ചുറ്റിയിരിക്കുകയെന്ന് അറിഞ്ഞു. അതിനുശേഷം തുടരെയുള്ള സ്കാനിങ്ങുകളും ചെക്കപ്പുകളുമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് കുഞ്ഞ് കിടക്കുന്ന പോർഷനിലുള്ള ഫ്ലൂയിഡ് കുറവായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം എനിക്ക് പെയിൻ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 34 വീക്സ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു 36 വീക്സ് ആവുന്നതിനും വരെ വെയിറ്റ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇൻ കേസ് ഇതിനകം എന്തെങ്കിലും എമർജൻസി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ സിസേറിയൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചു 36 വീക്സ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കി. അതുപോലെ തന്നെ ഹസ്ബൻഡും വരണമായിരുന്നു ഡെലിവറി സമയത്ത്. വേറെ നമുക്ക് ഹെൽപ്പിനായിട്ട് ഹസ്ബൻഡും കൂടെ വരണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഹസ്ബൻഡ് ഫെബ്രുവരി 26 വരികയും ഫെബ്രുവരി 27 എനിക്ക് ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു. അപ്പം ഇതിന് മുന്നേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ദിവസം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ രാത്രി സ്വപ്നം കാണുകയാണ്. ഡോക്ടർ എന്നോട് 27 ഓപ്പറേഷൻ നടത്താമെന്ന് എന്നോട് ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ച് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ സ്വപ്നം കാണുമ്പോൾ ഒരു മാതാവിൻ്റെ കയ്യിലൊരു കുഞ്ഞിരിക്കുന്നു. അത് വലിയൊരു സ്റ്റാച്ചു, ഒരു വൈറ്റ് കളറിലൊരു വലിയ സ്റ്റാച്ചു, അതിൽ മാതാവിൻ്റെ കയ്യിലൊരു കുഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അതുപോലെ ഒത്തിരി നമ്മുടെ ബൈബിൾ വചനത്തിലൂടെയും സ്വപ്നത്തിലൂടെയൊക്കെ മാതാവ് ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി കാണാനായിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ഫെബ്രുവരി 24 അതായത് 26 ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നുണ്ട് നമ്മൾ എനിക്കതുപോലെ 2 ദിവസം മുന്നേ നീലത്തിരി കത്തിച്ച് രാവിലെ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ആ തിരിക്കകത്ത് 7 എന്നുള്ളൊരു നമ്പർ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ആ തിരി ഇങ്ങനെ ആളി കത്തുകയും അതിനകത്ത് 7 എന്നൊരു നമ്പർ വരുന്നതായിട്ട് എനിക്കത് ഫീൽ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഫെബ്രുവരി 26 ഡെയിലി ബ്രെഡിൽ രാവിലെ അച്ഛൻ പറയുകയുണ്ടായി 7
എന്ന നമ്പർ ഗോൾഡൻ ലെറ്ററിൽ കാണുകയും അതിനുവേണ്ടി കാത്തിരിക്കുന്ന എന്തോ കാര്യം സാധിക്കാൻ പോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. 7 എന്നോട് ഡോക്ടർ തലേന്ന് വന്ന് രാത്രി പറയുകയാണ്, നാളെ വെളുപ്പിന് 7-നും 7:30-ക്കുള്ളിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 27 എന്നുള്ള ഡേറ്റിൽ 7-നും 7:30-ക്കുള്ളിൽ എന്നെ ആ ഒരു ടൈമിനുള്ളിൽ ഷിഫ്റ്റ് ചെയ്തു. 8:10 ആയപ്പോഴത്തേക്കും കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്തു. അതിന് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ഡോക്ടേഴ്സൊക്കെ പല കോംപ്ലിക്കേഷൻസ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഒരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും വരുത്താതെ അമ്മ മാതാവ് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഇതായിരുന്നു എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അയർലൻഡിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ജോയിൻ പെയിനും കാര്യങ്ങളുമായി, അതുപോലെ കുഞ്ഞിന് ഹസ്ബൻഡിനൊക്കെ അലർജിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഞങ്ങൾ അവിടെ നിന്ന് മാറണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രോസസ്സിങ് ചെയ്തിരുന്നു, ഓസ്ട്രേലിയയിലേക്ക് പ്രോസസ്സിങ് ചെയ്തിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ നിയോഗത്തിൽ വെച്ചിരുന്നു, മാതാവ് അനുഗ്രഹിച്ച് അതനുസരിച്ച് മൈഗ്രേഷൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ ഇപ്രാവശ്യം വന്നപ്പോൾ മാതാവ് ഓസ്ട്രേലിയയുടെ വിസ നൽകി. ഇപ്പോൾ ഹസ്ബൻഡിന് മാത്രമാണ് പോകാൻ പറ്റുള്ളൂ. ടെമ്പററി വിസയാണ്, 2 വർഷത്തേക്കുള്ള വിസ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് നെക്സ്റ്റ് വീക്ക് പോകും. ഞാനും കുഞ്ഞുങ്ങളും പിന്നീട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പം എനിക്കിനി അവിടെ ചെന്ന് കഴിഞ്ഞാലും എക്സാം എഴുതണം, വീണ്ടും രജിസ്ട്രേഷൻ എടുക്കണം. ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് എല്ലാ പ്രോസസ്സിങ്ങും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അമ്മ മാതാവും ഈശോയും ചേർന്ന് അതെല്ലാം സാധ്യമാക്കി തരുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് പത്രം വാങ്ങി ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലും, പ്രാർത്ഥിച്ച് നമ്മുടെ ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ പോലും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രം ഞാൻ കൊണ്ടുനടന്ന് എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഫിനാൻഷ്യലി ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ, അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ കുടുംബ പ്രാർത്ഥന, അതുപോലെ തന്നെ ജപമാല ചൊല്ലുന്നത്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, ബൈബിൾ വായന, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഈ പ്രഗ്നൻസി ടൈം വന്നപ്പോൾ ഉള്ളൊരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടേ ഉണ്ടായുള്ളൂ. അതല്ലാതെ തന്നെ ആത്മീയ ജീവിതത്തിൽ ഒട്ടേറെ വളരുവാനും ദൈവത്തിൽ കൂടുതൽ പ്രത്യാശ അർപ്പിച്ച് ഈശോയെ അമ്മയെ മുൻനിർത്തി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഈശോയെ അമ്മയെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ കുർബാന കൂടാനും കുമ്പസാരിക്കാനും ഒക്കെയുള്ള നമുക്ക് ഒരു ചെയ്യാനായിട്ടുള്ള ഒരു സമർപ്പിച്ച് അത് ചെയ്യുവാനായിട്ടുള്ള ഒരു ചിന്ത എപ്പോഴും ഉള്ളിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ, ഇത്രത്തോളം അനുഗ്രഹങ്ങൾ കൃപകൾ നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 2 കൊറിന്ത്യൻസ് 12:9 വചനങ്ങളാണ്. ദൈവം എല്ലായ്പ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റണമെന്നില്ല, പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളിൽ കൂടെ നമ്മെ മാറ്റും, നമ്മെ ശക്തരാക്കും, നമ്മെ ധൈര്യപ്പെടുത്തും. ഉടമ്പടി എന്നത് ദൈവത്തോടുള്ള ഒരു വിശ്വാസവും സമർപ്പണവുമാണ്. ഓരോ ഉടമ്പടി മക്കൾ കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും വലിയ അനുഗ്രഹങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ദൈവാനുഭവങ്ങളായിട്ട് ഓരോ മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത്. സോഫി കുഞ്ഞ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ ഇത് 5ാമത്തെ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം നയിച്ചപ്പോൾ സാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഈശോയുടെ അരികിലാണ്, സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ആ അമ്മയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്, രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അത് സാധ്യമാകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ. കാരണം ഫസ്റ്റ് ഡെലിവറിയിൽ വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, ഒത്തിരിയേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സെക്കൻഡ് കൺസീവിങ് ഡൗട്ട്ഫുൾ ആണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതിന് പ്രകാരം ഈ മകൾ കൂടുതൽ തീക്ഷ്ണതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി അച്ഛൻ സൈത്ത് നൽകി മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് തിരിച്ച് വിദേശി എന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മകൾ കൺസീവ് ആയി എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. തന്നെയുമല്ല, ഡെലിവറിയുടെ സമയത്തും
ഇങ്ങോട്ട് നാട്ടിലേക്ക് പോന്നപ്പോൾ അവരുടെ യാത്രയുടെ സമയത്തും വളരെ ഹൈ ഫീവറായിരുന്നു. അവിടെയും ഈശോയുടെ മമ്മയുടെ ഒരു വലിയ സംരക്ഷണം ഉണ്ടായിരുന്നു. മക്കളുടെ കയ്യിലും ഇവരുടെ കയ്യിലും ഉടമ്പടി കാശുരൂപമുണ്ട്, ഉടമ്പടി വസ്തുക്കളുണ്ട്. നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും കാശുരൂപവും നേർച്ച വസ്തുക്കളായ ഉപ്പുമൊക്കെ തേച്ച് പ്രാർത്ഥിച്ച്, ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഇവർക്ക് ഓൾ ത്രൂ ദ ജേർണി ദേ ഫെൽറ്റ് അവർക്ക് അനുഭവിക്കാൻ സാധിച്ചത്. പിന്നീട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയാനായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധി വന്നത്. തന്നെയുമല്ല, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കൂടെയുള്ളത്. ദൈവത്തിൻ്റെ കരുണയും സംരക്ഷണവുമാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. അതുപോലെ തന്നെയാണ് 27 എന്ന അക്കം സ്വപ്നത്തിൽ കാണിക്കുകയും 7 എന്ന അക്കം മെഴുകുതിരിയിൽ തെളിയിക്കുകയും ഉടമ്പടി ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ 7 എന്ന അക്കം വീണ്ടും ഗോൾഡൻ ലെറ്ററിൽ കാണുവാൻ സാധിക്കുന്നു. അത് 7 എന്ന വീണ്ടും വീണ്ടുമുള്ള അക്കത്തിൻ്റെ പ്രാധാന്യവും ഈ മകൾ പറയുന്നുണ്ട്. അമ്മ തന്ന ഗിഫ്റ്റ് 27-ാം തീയതിയാണ് ഈ കുഞ്ഞ് ജനിച്ചത്. അവിടെയും നമുക്കറിയാം ഡിസംബർ 7, 2004 ഡിസംബർ 7-ാം തീയതിയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത് ഈ ആലയത്തിൽ. അതുകൊണ്ട് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യവും നടക്കുന്നത് 7 എന്ന ഡേറ്റിനുണ്ട് എന്നാണ്. ഇതും പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് തന്നെയാണ്. ഈ കൊച്ചു കുഞ്ഞ് ജനിച്ചതും 27 എന്ന ഡേറ്റിലാണ്, 7 എന്ന അമ്മ കാണിച്ചു കൊടുക്കുന്ന ഡേറ്റിലാണ്. നമ്മുടെ ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ്. ഈശോയും അമ്മയും നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. പരിശുദ്ധമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ദുരന്തം വരാൻ പോകുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ അരികിൽ ഇവിടെ വന്നത്. നമ്മുടെ ജീവിതത്തിൽ നല്ലതായാലും ചീത്തയായാലും എന്തായാലും കാരണമായാലും അമ്മ എപ്പോഴും നമുക്കൊരു സിഗ്നൽ തരുന്നുണ്ട്, ഒരു അടയാളം തരുന്നുണ്ട്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈ മകൾക്കും അടയാളം ലഭിച്ചിരുന്നു. അതിന് പ്രകാരം 27-ാം തീയതിയാണ് ഈ കുഞ്ഞിനെ നൽകി ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. തന്നെയുമല്ല, അവിടെയും ഡെലിവറിയുടെ സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെയും ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ ഇവരുടെ കൂടെയുണ്ട്, ഇവരുടെ ഒപ്പമുണ്ട്. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഇവരുടെ കൂടെയുണ്ട്. എല്ലായിടത്തും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിച്ചറിഞ്ഞ ഈ മക്കൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയുവാനാണ്. തന്നെയുമല്ല, മകന് ഓസ്ട്രേലിയക്കുള്ള വിസയിൽ ലഭിച്ചതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ കൃപാസന അമ്മയുടെ മധ്യസ്ഥം വഴി നമ്മുടെ ബലഹീനതകൾ ദൈവത്തിൽ സമർപ്പിക്കാം. നമ്മുടെ ബലഹീനതകളിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. കൃപാസനം ഉടമ്പടി എടുക്കുമ്പോൾ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ജീവിതം ദൈവവചനത്തിനനുസരിച്ച് മുന്നോട്ട് നയിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ നമ്മുടെ വഴിയിൽ ഈശോയും അമ്മയും ചൊരിയുന്നതായിട്ടാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കഷ്ടതകൾ ദൈവത്തിലേക്ക്, നമ്മുടെ കഷ്ടതകളിലും ബുദ്ധിമുട്ടുകളിലും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ആ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കുവാനുള്ള ശക്തി ലഭിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവം നമുക്ക് ശക്തി പൂർണ്ണമായി പ്രകടപ്പെടുത്തുന്നതാണ് വചനം പറയുന്നത്. നമ്മുടെ ബലഹീനതകളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുത്തെ ശക്തമായ കരത്തിന് കീഴിൽ നമ്മുടെ ജീവിതം, ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. സോഫി കൊച്ചുകുഞ്ഞിന് കുടുംബത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ